എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31 ശ്ലോകം 32 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ നരകവർണ്ണന കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നരകവർണ്ണനയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു പുതിയ ശരീരം, ഒരു പുതിയ സ്ഥൂല ശരീരം എടുക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എങ്ങനെ വരുന്നു, ഗർഭത്തിൽ കിടന്ന് 10 മാസം എങ്ങനെ വളരുന്നു, ആ യാതനകളെയൊക്കെ പേറി പ്രസവിച്ചു കഴിയുമ്പോൾ ഭൂമിയിൽ നവജാത ശിശുവായിരിക്കുന്ന കാലവും ബാല്യകാലവും യൗവനവും എല്ലാം, ഈ കാലഘട്ടങ്ങളോ എല്ലാം തന്നെ ഏറ്റവും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം എല്ലാം ഒരുപാട് പല വിധത്തിലുള്ള ആ പ്രായത്തിൻ്റെതായ യാതനകൾ പേറി മനസ്സുഖമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം. അപ്പം ജനിച്ചന്നും മുതൽ മരിക്കുന്നത് വരെ ഭൂമിയിലെ ജീവിതം സുഖപ്രദം എന്ന് പറയാൻ പറ്റില്ല. ഈ അറിവുണ്ടായിട്ടും നമ്മളൊക്കെ രാവും പകലും ഓടുന്നത് മനസ്സമാധാനവും സുഖമായി ജീവിക്കാനുള്ള വസ്തുക്കളെ സമ്പാദിക്കാൻ, നേടാൻ. മനസ്സമാധാനം കിട്ടണം, സുഖം കിട്ടണം ഭൂമിയിൽ. അങ്ങനെ ജീവിക്കാൻ വേണ്ടവ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കിടന്ന് ഓടി നടക്കുന്നത്. അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുന്നതും ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ആ ജീവിത കാലഘട്ടം അധാർമികമായ മാർഗങ്ങളെ അനുഷ്ഠിച്ച് അല്ലെങ്കിൽ അധാർമികമായ പാതയിലൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയായിരിക്കും നമ്മുടെ നമ്മൾ ഈ ഒരു ആവർത്തന ചക്രം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വന്നും പോയും ജനിച്ചും മരിച്ചും ഇങ്ങനെ ആവർത്തന ചക്രത്തിൽ നമ്മൾ പെട്ടുപോകുന്ന പറയണേ. അധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന, പൊതുവെ പറയുന്ന മറ്റുള്ളവരെ ദ്രോഹിക്കുക, വാക്കോ മനസ്സോ പ്രവൃത്തിയോ ചിന്തകൾ കൊണ്ടോ പോലും ശരീരം കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ വേദനിപ്പിക്കുന്നതാണ് അധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശരി തന്നെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കുന്നതും അധർമ്മമാണ്. കാരണം ഞാനാരാ? ഒന്നുമല്ല. ഞാനാരാ ചലിപ്പിക്കുന്നത് പ്രകൃതി എന്ന ശക്തിയാണ്. ചലനം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ഈ മൂന്നിൻ്റെയും ചലിപ്പിക്കുന്നത് ആ പ്രകൃതി ശക്തിയാണ്. ഇതിനകത്ത് ഞാനായിട്ടിരിക്കുന്ന ജീവാത്മാവ് ഒന്നും അറിയുന്നില്ല, ഒന്നും ചെയ്യുന്നുമില്ല. ആ ജീവാത്മാവ് ഇച്ഛിക്കുമ്പോൾ പ്രകൃതി ചലിക്കുകയാണ്. അങ്ങനെയാണ് ശരീരം ഉണ്ടാകുന്നത്, ശരീരം കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നത്, മനസ്സ് ചലിക്കുന്നത്, ബുദ്ധി ചലിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കർമ്മങ്ങൾക്കും കാരണഭൂതയായിട്ടുള്ള ഒരേ ഒരു ശക്തി പ്രകൃതിയാണ് എന്ന് തിരിച്ചറിയാതെ ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ, ഞാൻ കണ്ടു, ഞാൻ ചെയ്തു, ഞാൻ നേടി, ഞാൻ ദുഃഖിച്ചു, ഞാൻ കരഞ്ഞു, ഞാൻ നേടി എന്നൊക്കെയുള്ള ചിന്തയിൽ, ഞാൻ ജയിച്ചു, ഞാൻ തോറ്റു, എല്ലാം ഈ ഞാനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന മിഥ്യാധാരണയിൽ, ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നത് അധർമ്മമാണ്. അപ്പം അവിടെ പ്രവൃത്തികൾ സത്പ്രവൃത്തികളാണെങ്കിലും ഈ മിഥ്യാധാരണയിൽ ഇരുന്ന് ചെയ്താൽ അത് അധർമ്മമായില്ലേ? നമുക്ക് ഉദാഹരണം എടുത്തു പറയാൻ സാധിക്കും. ആരെയാണ്? മഹാബലി അല്ലേ? വളരെ സത്യസന്ധനായിരുന്നു മഹാബലി.
ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, ഏറ്റവും നല്ല ചക്രവർത്തിയായിരുന്നു. ഭൂമി കണ്ട ഏറ്റവും നല്ല ചക്രവർത്തി മഹാബലിയായിരുന്നു. അപ്പോൾ പക്ഷേ ബലിക്ക് എന്താ സംഭവിച്ചത്? ഞാനാണ് എന്ന ഭാവത്തിലാണ് ബലി ഇരുന്നിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ വരാഹാവതാരമായിട്ട് വന്നിട്ട് ഇത് മുഴുവൻ എൻ്റെ കഴിവുകൊണ്ട് എന്നൊരു ഭാവം ഉണ്ടായിരുന്നു. ആ അഹത്തെയാണ് ഭഗവാൻ, കാരണം അതാണ് ഏറ്റവും വലിയ അധർമ്മം. ഭൂമിയിൽ നന്മ ചെയ്തു തിന്മ ചെയ്തു എന്നതിനേക്കാൾ ഉപരി ഞാൻ ചെയ്തു, എന്ത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഞാൻ ചെയ്തു എന്ന ഭാവത്തിൽ ഇരുന്നാൽ അതാണ് അധർമ്മം. അപ്പോൾ ആ അധാർമികമായ ജീവിതം നയിക്കുന്നവരുടെ എല്ലാം ഇപ്പം ഈ പറഞ്ഞതുപോലെയുള്ള മരണശേഷമുള്ള യാതനകൾ. അപ്പോൾ അധാർമികമായിട്ട് ആ ഒരു അധാർമികമായ അവസ്ഥയിലാണ് മനസ്സിരിക്കുന്നത്, ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ. പക്ഷേ ആ ചെയ്യുന്നത് മുഴുവൻ പുണ്യകർമ്മങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പം എന്താ സംഭവിക്കുക? മരിച്ചു കഴിഞ്ഞാൽ നേരെ ഭൂമിക്ക് മുകളിലുള്ള സ്വർഗ്ഗലോകങ്ങളിൽ ഊർധ്വലോകങ്ങളിലൊക്കെ പോയിട്ട് സ്വർഗീയ സുഖമൊക്കെ അനുഭവിച്ച് പുണ്യം തീരുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ഇതേപോലെ തന്നെ ആ സ്ഥൂല ശരീരം, ആ കാരണ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് ഇച്ഛിക്കുമ്പോൾ സ്ഥൂല ശരീരം, സ്ഥൂല ശരീരത്തിലെ പ്രകൃതി എന്ന ശക്തി അത് അങ്ങനെ വിണ്ണിലും വന്ന് നിൽക്കുന്നു, ഭൂമിയിലേക്ക് വീഴുന്നു, പിതാവിൻ്റെ ബീജത്തിലേക്ക് പ്രവേശിക്കുന്നു, മാതാവിൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു, അങ്ങനെ ഗർഭം ധരിക്കുന്നു, സ്ഥൂല ശരീരം ഉണ്ടാവാനായിട്ട് ജനിച്ചു വീഴുന്നു. കാരണ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് ഇച്ഛിക്കുമ്പോൾ, സമയം ആഗ്രഹിക്കുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലിരുന്ന പ്രകൃതി എന്ന ശക്തിയാണ് ഈ ലോകങ്ങളിലൊക്കെ പോകുന്നത്. ആ പ്രകൃതി എന്ന ശക്തി സമയമായി എന്ന് മനസ്സിലാക്കി സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാൻ പോവുക. ഇനി ഈ അധാർമികതയിൽ, അതായത് ഞാൻ എന്ന ഭാവത്തിൽ ഇരുന്നു കൊണ്ട് തെറ്റായ കർമ്മങ്ങളാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എവിടേക്കാണ് പോവുക? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ നിന്ന് പോകുമ്പോൾ യമകിങ്കരന്മാർ വരുന്നു, നരകവർണ്ണന കണ്ടില്ലേ, നരകത്തിലേക്ക് കൊണ്ടുപോകും, പല പല രോഗങ്ങളിലേക്ക് പോകുന്നു. ഓരോ ലോകങ്ങളിലും അതാത് വിധത്തിലുള്ള യാതനകൾ അനുഭവിച്ച് ആ സൂക്ഷ്മ ശരീരം അങ്ങനെ ഭൂമിയിൽ ഒരു പല പല പ്രാണികളായും ജനിച്ച് എന്നിട്ട് പരിശുദ്ധമാക്കപ്പെടുമ്പോഴാണ് പിന്നെ ഒരു മനുഷ്യജന്മത്തിലേക്ക് ഇതേപോലെ തന്നെ വരുന്നത്. അപ്പോൾ ഭൂമിയിൽ ഇരുന്ന് ചെയ്യുന്ന കർമ്മം അത് പാപമോ പുണ്യമോ എന്നതിനേക്കാൾ ഉപരി ഏത് മനോസങ്കല്പത്തിലിരുന്നു അത് ചെയ്യുന്നു, അതാണ് ധർമ്മമേത് അധർമ്മമേത് എന്ന് നിശ്ചയിക്കുന്നത്. അതായത് ആ സങ്കല്പം എന്തായിരിക്കണം? ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണ്, ഞാനല്ല ഇതൊന്നും ചിന്തിക്കുന്നത്, ഞാനല്ല ഇതൊന്നും പ്രവർത്തിച്ചത്. ഈ ശരീരത്തെ, ഈ മനസ്സിനെ ചിന്തിപ്പിച്ചുകൊണ്ട്, ഈ ബുദ്ധിയെ തീരുമാനിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തെ ചലിപ്പിച്ചത് ആ പ്രകൃതി എന്ന ശക്തിയാണ് എന്ന സ്മരണയിൽ നിന്നുകൊണ്ട്, ആ ശക്തിയെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക, ഈ ഭൂമിയിൽ ജീവിക്കുക. അപ്പോൾ നമ്മൾ ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതെ സദാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും സദാ ഏത് പ്രകൃതിക്ക് മുന്നിൽ ഇന്നതൊക്കെ നിഷിദ്ധം, അത് ചീത്ത പ്രവൃത്തി, ഇത് നല്ല പ്രവൃത്തി, അങ്ങനെ ഇല്ലല്ലോ. സകല കർമ്മങ്ങളിലും ആ പ്രകൃതിയെ കണ്ടുകൊണ്ട്, ആ ശക്തിയെ കണ്ടുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ അതാണ് ഏറ്റവും വലിയ ധാർമ്മികമായ ജീവിതം. ആ ജീവിതം നയിക്കുന്നവരാണ് മുക്തിയിലേക്ക് പോകുന്നത്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഈഗോ, ഞാൻ എന്ന അഹങ്കാരം കുറയും. അപ്പോൾ അവിടെ ആത്മാവ് റിയലൈസേഷനിലേക്ക് എത്തുകയാണ്. ആത്മാവ് അറിയാണ് ഞാൻ ആത്മാവാണ്, ഈ ചലിക്കുന്നത് പ്രകൃതിയാണ്, അത് ഈ ചിന്തിച്ചതും നടന്നതും ജീവിച്ചതും ഞാനല്ല എന്ന് ആത്മാവ് തിരിച്ചറിഞ്ഞാൽ അത് സാക്ഷാത്കാരമായി. അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മുക്തി അങ്ങനെ പോയി. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മജന്മാന്തര യാത്രകൾ കഴിഞ്ഞ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യരോ വന്നു മുതൽ മത്സരബുദ്ധി, ഞാൻ, പണം, സുഖം ഈ ഭൂമിയിലെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് നമുക്ക് കപില മഹർഷി പറഞ്ഞു തന്നെ മനസ്സിലായി. ഓർമ്മ വെച്ച ആ ശൈശവം മുതൽ മരിക്കുന്നത് വരെ യാതനകൾ തന്നെ. മനസ്സിന് പൂർണ്ണ സംതൃപ്തിയായിട്ടുള്ള ഒരു കാലഘട്ടം എടുത്തു പറയാമോ ആർക്കെങ്കിലും? മനസ്സിന് ഞാൻ ഏറ്റവും പൂർണ്ണ സംതൃപ്തിയോട് ജീവിച്ച കാലഘട്ടം ഇതാണെന്ന്. അങ്ങനെ ഒരു പൂർണ്ണ തൃപ്തി ഒരു കാലഘട്ടത്തിലും കിട്ടുന്നില്ല. എന്നിട്ടും സുഖത്തിനെ തേടിക്കൊണ്ട് സമാധാനവും സുഖവും സന്തോഷവും കിട്ടാനായിട്ടുള്ള യാത്രയായി ജീവിതം എവിടെ കിട്ടും? കിട്ടില്ല. ആ സമാധാനവും സുഖവും സന്തോഷവും ഈ ഭൂമിയിലെ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അറിവ് നേടണം, നോളജ്, ജ്ഞാനം.
ആ ജ്ഞാനത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനെ അറിഞ്ഞാലേ, ഈശ്വരനെ പ്രാർത്ഥിച്ചാലേ, ഈശ്വരനെ അറിഞ്ഞാലേ മനസമാധാനം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. സമാധാനവും സുഖവും സന്തോഷവും കിട്ടണത് ഈ ലോകത്ത് എന്തിൽ തിരഞ്ഞാലും തേടി നടന്നാലും കഷ്ടപ്പെട്ടാലും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അറിവ് വേണം. ഇപ്പം ഈ പറഞ്ഞു കൊടുക്കുന്ന അറിവുണ്ടല്ലോ, ഈ അറിവ് കിട്ടിയാലേ സ്വസ്ഥതയും സമാധാനവും കിട്ടുള്ളൂ, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അറിവാണ്, ഈ അറിവിനെയാണ്, ഈ ജ്ഞാനത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ അറിവ് ആര് നേടി? അവൻ ഈശ്വരനായി. അതാണ് ഭഗം. ഈ അറിവ് നേടിയാൽ ഭഗമുള്ളവനായി, അപ്പോൾ ഈശ്വരനായി. ഭഗം എന്ന് വെച്ചാൽ അറിയാലോ, 6 ഗുണങ്ങൾ. ഭഗമുള്ളവൻ ഭഗവാനായി മാറി. അപ്പോൾ അധാർമികമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, ഇനി അധാർമികമായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ട്, അവരുമായിട്ടുള്ള സമ്പർക്കം, അവരുമായിട്ടൊരു സമ്പർക്കത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവരായിട്ട് കൂട്ടുകൂടുമ്പോഴും നമ്മൾ നശിച്ചു പോവും അല്ലേ? നമ്മൾ എന്തിനെയാണോ ചാരി നിൽക്കുന്നത് അതായിരിക്കും നമ്മൾ നിത്യവും അവരുടെ സംഭാഷണം, അവരുടെ തോട്ടുകൾ, ചിന്തകൾ നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. കുറേശ്ശെ നമ്മൾ കൂട്ടുകൂടുന്നത് ആരാണോ അതാണ് നമ്മളിലേക്കും വരിക. അപ്പോൾ അധർമ്മം ചെയ്യുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടിയാലും നമ്മുടെ പാത തെറ്റായി പോയി നമ്മൾ ഈ ഒരു ജനന മരണ അന്ധകാരത്തിൽ പെട്ടുപോവും. ഇതാണ് നമ്മൾ 32ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. അതായത് യത് അസദ്ഭിഹി പതി, ആ അധാർമികമായ വഴി ഏതാണോ അതിനെ പിന്തുടർന്നാൽ ശിഷ്ണ ഉദര കൃത ഉദ്യമൈ, അതായത് വയറ് നിറയ്ക്കാനും ലൈംഗികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രം പരിശ്രമിച്ച് ഈ ലോകത്ത് സുഖത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ അധാർമികമായി ജീവിക്കാൻ, ആസ്ഥിതഃ രമതേ, ഈ ഭൗതിക ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്നവരുമായിട്ട്, ആസ്ഥിതഃ എന്ന് വെച്ചാൽ സമ്പർക്കം വയ്ക്കുക, അവരോടുകൂടെ, ആ ഭൗതിക ആസക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളെ, അധാർമികമായ ജീവിക്കുന്ന ആളുകളോട് കൂട്ടുകൂടുക. അതായത് ഈ പണം ഉണ്ടാക്കാനും ജീവിതം ആഘോഷിക്കാനും ഒക്കെ നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടുക. അപ്പോൾ തൽക്കാലത്തിനൊരു ഹാപ്പിനെസ് കിട്ടും, മനസ്സിലായ? അപ്പോൾ അതിലേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആകർഷിക്കപ്പെടും. അവരുടെ കൂടെ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട്, അപ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ കിട്ടി, ഒരു ആകർഷണീയത. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂട്ടുകൂടുമ്പോൾ ആ വഴിയിലേക്ക് പോകും. അങ്ങനെ ജീവിതത്തെ രമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് തമസഹ വിശദി പൂർവവത്, മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അന്ധകാരം ഉണ്ടല്ലോ, ജനന മരണ അന്ധകാരത്തിൽ അവരങ്ങനെ വീണ്ടും വീണ്ടും വന്നും ജനിച്ചും പോയും ജീവിക്കും. അത് ആ ഒരു വ്യക്തി അങ്ങനെയാണെങ്കിലും ഇനി അങ്ങനെ അല്ലാത്ത വ്യക്തി അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടുപിടിച്ചാലും ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 33 സത്യം ശൗചം ദയാ മൗനം ബുദ്ധിഹി ശ്രീഹി ഹ്രീഹി യശഃ ക്ഷമ ശമഃ ദമഃ ഭഗഃ ച ഇതി യത് സംഗാദ് യാതി സംക്ഷയം. അതായത് ഇങ്ങനെയുള്ള, അതായത് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എന്ന് വിചാരിക്കുന്ന അധാർമികമായ ജീവിതം നയിക്കുന്ന ഈ ലോകത്തെ സുഖം എൻ്റെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് ഇവിടെ ഞാൻ ജീവിക്കുന്നു. അങ്ങനെ അധാർമികമായിട്ട് ജീവിക്കുന്ന വ്യക്തികളോട് കൂട്ടുപിടിച്ചാൽ നമ്മളിൽ നിന്ന് എന്തൊക്കെ നശിച്ചു പോവുക എന്നാണ് പറയുന്നത്. സത്യസന്ധത പോവും, ശൗചം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുചിത്വം അത് പോവും, ദയ കാരുണ്യമുള്ള ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെടും, അറിയില്ല ആ മായയിൽ എങ്ങനെയാണ് നമ്മൾ വീണു പോണേന്ന്. മായയിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും തിരിച്ചറിയില്ല. മായയിലാണ് ഞാൻ ഇരിക്കണേന്ന് മായയിൽ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും തിരിച്ചറിയില്ല. ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ കുറച്ചൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടായേ തീരൂ. അപ്പോൾ ആ ഒരു പ്രകൃതിയുടെ തന്നെ മറ്റൊരു ഭാവമാണല്ലോ മായ എന്ന് പറയുന്നത്. അപ്പം മായയിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ ദേവി മഹാത്മ്യത്തിൽ കണ്ട പോലെ അമ്മ തന്നെ, ആ പ്രകൃതി ശക്തി തന്നെ അനുഗ്രഹിക്കണം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയുടെ തന്നെ മായാചലനത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പെട്ടുപോകുന്നവർ അറിയില്ല എൻ്റെ സത്യസന്ധത, എൻ്റെ ശരീര മനോശുചിത്വം, എൻ്റെ ഉള്ളിലെ ദയ, കാരുണ്യം, മൗനം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഓവറായിട്ട് സംസാരിക്കാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അതാണ് മിതഭാഷി, അതാണ് മൗനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബുദ്ധി, വിവേക ബുദ്ധി ഉണ്ടല്ലോ, ആത്മീയമായ ബുദ്ധി, ഇതൊക്കെ നഷ്ടപ്പെടും അവർക്ക്. ശ്രീഹി, സർവ്വ ഐശ്വര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. ഭൗതിക സുഖം കിട്ടുമായിരിക്കും, പക്ഷേ ഐശ്വര്യം നഷ്ടപ്പെടും അവർക്ക്. ഹ്രീഹി എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാനുള്ള ഒരു ലജ്ജ, അതാണ് ഹ്രീ എന്ന് പറയുന്നത്.
അത് തെറ്റല്ലേ, അങ്ങനെ പറയണോ, അങ്ങനെ ചെയ്യണോ എന്ന് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരുവൻ്റെ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. അതും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ള ആളുകളോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ആ ഒരു ലജ്ജ പോലും പിന്നെ മനസ്സിൽ വരില്ല. ആ ഒരു തോട്ട് പോലും ഇല്ലാതെ ആർക്ക് എന്ത് നൊന്താലും വേദനിച്ചാലും എൻ്റെ സുഖം എന്ന് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനാവും. യശഹ, കീർത്തി, പേര് പോവും അവൻ്റെ. ക്ഷമയില്ലാത്തവനാവും. ശമ എന്ന് വെച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവനാവും എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാവുന്ന പരമാവധി സുഖങ്ങളെ ആസ്വദിക്കുക, മനസ്സുകൊണ്ട് ആസ്വദിക്കുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇങ്ങനെ പുറത്തേക്ക് തുറന്നു വെച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ വിഷയങ്ങളായ എല്ലാ സുഖങ്ങളെയും, അതായത് കാഴ്ച, ശബ്ദം, രുചി, ഗന്ധം, സ്പർശം, ഈ സുഖങ്ങളെയൊക്കെ പരമാവധി മനസ്സാൽ അനുഭവിച്ച് അതിൻ്റെ പിന്നാലോട്, അതാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. അതുണ്ടാവില്ല എന്ന്, അതാണ് ശമഹ. ഇനി ദമഹ എന്ന് വെച്ചാൽ മനോനിയന്ത്രണം, മനസ്സിൻ്റെ നിയന്ത്രണം. ഇതും ഭഗഹ, ഇതി ച, ഇപ്രകാരമുള്ള ഭഗങ്ങൾ, ഗുണങ്ങളെല്ലാം തന്നെ യത് സംഘാത്, ഇങ്ങനെ അധാർമികമായ ആളുകളുടെ കൂട്ടുകൂടി നടന്നു കഴിഞ്ഞാൽ യാതി സംശയം, നമ്മളിൽ നിന്ന് ഈ ഗുണങ്ങൾ നശിച്ചു പോകുന്ന ആളറിയില്ല ഞാനിങ്ങനെ മാറുകയാണെന്ന്. അതാണ് ഇതിൻ്റെ മായയുടെ ഏറ്റവും വലിയൊരു കളി. എന്താണെന്നറിയോ? ആ വഴി കൂടെ പോകുന്ന ആൾക്ക് എത്ര ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അയാൾക്കത് തിരിച്ചറിയാൻ പറ്റില്ല. മായയിൽ പ്രകൃതിയുടെ ശക്തി എത്ര വലുതാണെന്ന് ആലോചിക്കാൻ ഞാൻ. എത്ര ബലമുള്ളതാണ് ആ ശക്തി, പ്രകൃതി ശക്തി, ആ മായയുടെ ശക്തി. അതിൽ പെട്ട് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും തിരിച്ചറിയില്ല. തൽക്കാലത്തെ സുഖാനുഭവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും എന്നിലെ എല്ലാ സദ്ഗുണങ്ങളും ഭഗങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൻ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല എന്ന്. അതാണ് മായയുടെ പ്രഭാവം. ഇതൊക്കെ അവനിൽ നിന്നും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ശ്ലോകം 34. തേഷു അശാന്തേഷു മൂഢേഷു ഖണ്ഡിതാത്മസു അസാധുഷു സംഗം ന കുര്യാത് ശോചേഷു യോഷിത് ക്രീഡ മൃഗേഷു ച. തേഷു അശാന്തേഷു മൂഢേഷു ഖണ്ഡിതാത്മസു അസാധുഷു സംഗം ന കുര്യാത് ശോചേഷു യോഷിത് ക്രീഡ മൃഗേഷു ച. തേഷു, അവരോട്, അതായത് ആ അധാർമികമായ ആളുകളായിട്ട് കൂട്ടുകൂടിയ ഒരു മനുഷ്യൻ. അശാന്തേഷു, തീർച്ചയായിട്ടും അവന് മനസ്സിന് ശാന്തത ഉണ്ടാവില്ല. അവൻ തൽക്കാലത്തെ സുഖത്തിന് വേണ്ടിയിട്ട്, തൽക്കാലത്തെ ഒരു സന്തോഷം, കൂട്ടുകാരായിട്ട് കൂടി അടിച്ചു പൊളിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷത്തെ ആസ്വദിക്കാൻ തൽക്കാലത്തെ സുഖം കണ്ടിട്ട് പോകുന്നതാ. അവൻ്റെ മനസ്സിന് ഒരു ശാന്തി, പൂർണ്ണമായ ഒരു ശാന്തി ഒരിക്കലും അവൻ്റെ മനസ്സിന് ഉണ്ടാവില്ല. മൂഢേഷു, വിഡ്ഢിയാണ് അവൻ, മൂഢബുദ്ധിയുള്ളവനായിരിക്കും അവൻ. ഖണ്ഡിതാത്മസു എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം, ആത്മാവിനെ അറിയണമെന്ന ആഗ്രഹം പോലും, ആത്മാവ് എന്താ, പ്രകൃതി ശക്തി എന്താ, പുരുഷനും പ്രകൃതി എന്താന്ന് അറിയണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ലാത്ത, അതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്ത, അതാണ് ഖണ്ഡിതാത്മസു. ആത്മസാക്ഷാത്കാരം പോലും ആഗ്രഹിക്കാതെ അസാധുവാണെന്ന്, അതായത് അത്രയും മോശമായ രീതിയിലുള്ള ചിന്തകളും ഭൗതിക വിഷയങ്ങളിൽ മാത്രം വ്യാപരിച്ചിരിക്കുന്ന ചിന്തകളും പ്രവൃത്തിയായിരിക്കുന്ന അസാധുവായിട്ടുള്ള ആളുകളോട് സംഘം ന കുര്യാത്ത്, ഒരിക്കലും നിങ്ങൾ സംഘം ചേരാൻ പോവരുത് എന്ന്. കാരണം ശോചേഷു, അവരുമായിട്ട് ബന്ധം, സമ്പർക്കം നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ജീവിതം ശോചനീയമായ അവസ്ഥയിൽ, അവരും അങ്ങനെ പോണ്, നമ്മളും അങ്ങനെ ആയിപ്പോവും. നമ്മൾ അങ്ങനെ ആവില്ല എന്ന് വിചാരിച്ച് പലരും പോവും, പക്ഷേ പെട്ടുപോകും. അതാണ് മായയുടെ പ്രഭാവം. അത് ആ പെടുന്ന വ്യക്തി പോലും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയും. അപ്പോൾ ശോചനീയമായൊരവസ്ഥയിലേക്ക് പോവും ഇവരുമായിട്ടുള്ള സമ്പർക്കം നിർത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ പരമാവധി അവരുടെ സംഭാഷണം, അവരുടെ പെരുമാറ്റവും രീതിയും കണ്ടു കഴിഞ്ഞാൽ അറിയാലോ അവരെന്താണ്. ഇതിപ്പോൾ ഈ പുറമേയുള്ള ആളുകളെ മാത്രം നോക്കരുത് കേട്ടാ, വീടിനകത്ത് തന്നെ നോക്കി നോക്കൂ. ഇപ്പോൾ ഭാര്യ എന്നോട് സംസാരിക്കുന്നത് എന്നും പൈസ ഉണ്ടാക്കണ കാര്യവും സുഖമായിട്ട് ജീവിക്കേണ്ട കാര്യവും, അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരെ നോക്കും, അവരെ പോലെ ആവണം, ഇവരെ പോലെ ആവണം, അത് വേണം ഇത് വേണം, മക്കളുടെ ഭാവി, അതിന് ഇത്ര വേണം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണ് എങ്കിൽ ആ ഭർത്താവ് വിവേകബുദ്ധിയുള്ളവനായിരിക്കണം. എൻ്റെ ഭാര്യ ഇതാണ് എപ്പോഴും എന്നോട് പറയുന്നത്, അപ്പോൾ അവൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഭൗതിക വിഷയാസക്തി ഉള്ളവളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പറയുന്ന വാക്കും കേട്ട് അതിൻ്റെ പിന്നാലെ പോവാൻ ശ്രമിച്ചു
കഴിഞ്ഞാൽ അവൻ എന്തായി, അവൻ്റെ ഉള്ളിലെ സദ്ഗുണങ്ങൾ കെട്ടു. അവൻ ഈ കേൾക്കുന്ന ഭാര്യയിൽ നിന്നും കേൾക്കുന്ന ഈ വാക്കിൻ്റെ പിന്നാലെ പോയി. ഇനി നേരെ തിരിച്ചു ആവാം. മനസ്സിലായോ? സ്ത്രീയാണ് അവിടെ നല്ലൊരു ചിന്തയുണ്ടായത്. ഭർത്താവ് സദാ ഭൗതിക ആസക്തനാണ്, വിഷയങ്ങളിൽ പെട്ട് കിടക്കുന്നവനാണെങ്കിൽ ആ വ്യക്തി നിത്യവും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയായിരിക്കും. അവിടെ സ്ത്രീ വിവേക ബുദ്ധി എടുക്കണം. അവർ പറയുന്നതും കേട്ട് ആ വഴിക്ക് തന്നെ അങ്ങോട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതവും ശോചനീയമാകും. എന്താണ് ആ ശോചനീയ അവസ്ഥ എന്ന് നമ്മൾ ഇത്രയും നേരം കപില വാസുദേവൻ പറഞ്ഞു തന്ന നരകവർണ്ണനയിൽ നിന്നൊക്കെ ശരിക്കും മനസ്സിലായി. ഭൂമിയിലെ ജീവിതം, ഇവിടുന്ന് പോയാലുള്ള ജീവിതം, തിരിച്ചു വരുമ്പോഴുള്ള ഗർഭത്തിൽ കിടക്കുമ്പോഴുള്ള ജീവിതം, പുറത്തു വന്നിട്ടുള്ള ജീവിതം, ഈ ശോചനീയാവസ്ഥ ശരിക്കും മനസ്സിലാക്കിയപ്പോൾ. അതുകൊണ്ട് ഇതിൽ പെടാതിരിക്കാനാണ് യോഗീശ്വരന്മാരൊക്കെ ആ മുക്തിയെ ആഗ്രഹിച്ചു പോകുന്നത്, ഇതിനുള്ളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഈ കാലചക്രം എന്ന് പറയുന്ന ജനനവും മരണവും പിന്നെയുള്ള പുനർജന്മവും ഈ കാലചക്രത്തിൻ്റെ യഥാർത്ഥ വർണ്ണനയാണ് കപില മഹർഷി ശരിക്കും നമുക്ക് പറഞ്ഞു തന്നത്. കാലചക്രം തിരിയുമ്പോഴുള്ള ഓരോരോ സ്ഥലത്തെത്തുമ്പോഴുള്ള ജീവിതം ഇങ്ങനെയാണ് എന്ന് ശരിക്കും പറഞ്ഞു തന്നു. മരിച്ചവരാരും മരിച്ചുപോയവരാരും വന്ന് നമുക്ക് പറഞ്ഞു തരില്ലല്ലോ, ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങളോ പെട്ടു, നിങ്ങൾ നേരെയാവൂ എന്ന് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അവിടെ ഭാഗവതം, കപില മഹർഷി അതാണ്, ഭഗവാൻ തന്നെ കപിലാവതാരം എടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കണേ, ഭൂമിയിൽ ജീവിച്ച് പോയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടാ അവസ്ഥ, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതാണ് കേട്ടാ അവസ്ഥ. അപ്പം പരമാവധി ഇതിൽ പെടാതിരിക്കാനാണ്, എത്രയും പെട്ടെന്ന് മുക്തിയെ നേടാനാണ് ശ്രമിക്കേണ്ടത്. അത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഭഗവാൻ കപിലാവതാരം എടുത്ത് വന്ന് അമ്മയെ ഉപദേശിക്കുന്ന രീതിയിൽ ഇത് ലോകത്തിന് ഈ ഒരു തത്വത്തെ നൽകിയത്. അപ്പോൾ ഇതിപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് എന്നോട് എന്താണ് എപ്പോഴും സംസാരിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ് അല്ലെങ്കിൽ അവളുടെ മനസ്സെന്താണ്, അവർ പൂർണ്ണമായും ഈ ഒരു ലൗകിക വിഷയാസക്തി ഉള്ളവരാണോ, അത് തിരിച്ചറിഞ്ഞ് വിവേക ബുദ്ധിയോടുകൂടി ജീവിച്ച് എന്നാൽ ഞാൻ അതിൽ പെട്ട് അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് അവരെ ഉപേക്ഷിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ എൻ്റെ ജന്മലക്ഷ്യം എന്താണെന്നുള്ള ആ സത്യസന്ധത, ദയ, എല്ലാ ആത്മസാക്ഷാത്കാരം, ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നേടിയിട്ട് പരമാവധി ചിന്തയെ ആ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുടുംബത്തിൽ കലഹം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ. അല്ല, ഈശ്വരീയമായ പാതയിൽ യാത്ര ചെയ്യുമ്പോൾ തുടക്കം കുറച്ച് പൊള്ളുമെങ്കിലും സാഹചര്യം മാറി വരും. സാഹചര്യം തീർച്ചയായിട്ടും മാറി വരുമെന്ന് വെച്ചാൽ അത് ഉറപ്പാണ്. നമ്മൾ അവരുടെ കൂടെ, നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ അങ്ങനെയാണെന്ന് വെച്ച് നമ്മളും അതേപോലെ പോവുകയാണെങ്കിൽ അപ്പം അത് കുറേ സന്തോഷമൊക്കെ ഉണ്ടാവും. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് കുറേ പണമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യവും ഭാവിയൊക്കെ ആലോചിച്ച് സെറ്റാക്കി വെക്കും. പ്രകൃതി ഒരു നിമിഷം അങ്ങോട്ട് തച്ചോടച്ച് അതോടുകൂടി രണ്ടുപേരും തകരും, അല്ലേ? മനസ്സാൽ രണ്ടുപേരും തകർന്നു പോകും. അപ്പോൾ ഒരാളെങ്കിലും അതിൽ വിവേകമുള്ള, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവേകത്തോടു കൂടി ചിന്തിക്കണം. നമ്മളോട് ആളുകൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അവരെങ്ങനെയുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സംസാരത്തിൽ പെട്ടുപോയിട്ട് അവരിലേക്ക് പോവാതെ നമ്മൾ ഏതു വഴിയിലാണോ പോകുന്നത് അതിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുമായി സംഘം ചേർന്നാൽ നമ്മളും ശോചനീയാവസ്ഥയിലായി പോവും. എന്നിട്ട് പറയുകയാണ്, യോഷിത് ക്രീഡാ മൃഗേഷു. യോഷിത് എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ക്രീഡാമൃഗേഷു, കയ്യിലിരിക്കുന്ന കളിക്കോപ്പ് പോലെയാണ് ചില ഭർത്താക്കന്മാർ. പുരുഷന്മാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ പുരുഷന്മാരെ എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ മനുഷ്യരെയും അത് നമുക്കത് മനസ്സിലാക്കാം. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന കളിപ്പാവ പോലെ ചില പുരുഷന്മാർ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്താണോ പറയുന്നത് അതിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെയുള്ള ചില പുരുഷന്മാരെ കണ്ടിട്ടില്ലേ? അത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞ് അതിൻ്റെ വിവേകം അവരെടുക്കില്ല. യഥാർത്ഥത്തിൽ സ്ത്രീക്കാണ് വികാരം കൂടുതൽ, പുരുഷൻ കുറേ കൂടി വിവേകത്തോടു കൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ചിലവർ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ ചില ആളുകൾ, ചില പുരുഷന്മാർ സ്ത്രീയുടെ പോലെ തന്നെ അവർ വികാരം കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അത് കാണുമെന്ന് മനസ്സിലാക്കാതെ അവർ പറയുന്നത് മാത്രം കേട്ട് അത് തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് അവരുടെ കയ്യിലെ കളിപ്പാവയായി പോകുമ്പോൾ അവർ തമ്മിൽ തൽക്കാലത്തേക്കൊരു സന്തോഷമൊക്കെ കിട്ടും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ പ്ലാനിങ് ഒക്കെ തെറ്റിച്ചിട്ട് പ്രകൃതി ഒരു കളി കളിക്കും. അതോടുകൂടി രണ്ടുപേരും തകർന്നു പോവും. അതാണ് ഇവിടെ ഒരു സ്ത്രീയുടെ കയ്യിലെ കളിപ്പാവയായിരിക്കുന്ന പുരുഷനെ പോലെ എന്ന് പറഞ്ഞത്. അങ്ങനെ ആയാൽ അവിടെ ആ പുരുഷൻ ആ സ്ത്രീയോട് സംഘം ചേരുന്നത് കൊണ്ട് അവൻ്റെ അവസ്ഥയും
മോശമായി പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളുമായി സമ്പർക്കത്തിൽ ഇരിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 35 ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഭാര്യയുണ്ട്, മക്കളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് പരസ്ത്രീ ബന്ധങ്ങൾ, മറ്റ് ബന്ധങ്ങൾ വരും. അതായത് കൂടുതൽ ആകർഷണീയത, സ്ത്രീകളുടെ ശരീരത്തിനോട് തോന്നുന്ന ഒരു ആകർഷണീയതയുണ്ടല്ലോ, അത് പുരുഷൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും എന്ന് ഒരു വലിയ ഒരു തത്വം കപില മഹർഷി അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കാരണം സ്ത്രീ ശരീരം മായ, പ്രകൃതിയുടെ മായ, അതിൻ്റെ ഏറ്റവും വലിയ പ്രഭാവം കാണിക്കുന്നത് ഒരു സൃഷ്ടിയിലാണെന്ന്. ആ മായയുടെ ആണല്ലോ ഇത് മുഴുവനും, ഈ പ്രപഞ്ചവും ഈ ലോകങ്ങളും ഇവിടെ കാണുന്ന സർവ്വചരാചരങ്ങളും ആ മായയാണ്. എന്നാൽ ആ മായയുടെ ശക്തി ഉണ്ടല്ലോ, മനുഷ്യ മനസ്സിനെ ഇങ്ങനെ ആകർഷിച്ച്, നമ്മൾ ആ മായയിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. മനുഷ്യ മനസ്സിനെ ഇങ്ങനെ ആകർഷിച്ചെടുക്കുന്ന ആ മായയുടെ ശക്തി പ്രഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും വലിയത് വസ്തു സ്ത്രീ ശരീരമാണെന്നാണ് പറയുന്നത്. അത് കണ്ടിട്ട് അതിലേക്കാണ് എത്രയും വലിയ ലോകം കീഴടക്കിയവൻ പോലും ഒരു സ്ത്രീയോടുള്ള ആകർഷണീയത, ആസക്തി, അതിലാണ് അയാൾ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് മായയുടെ ഏറ്റവും വലിയ ശക്തി ഒരു സ്ത്രീ രൂപത്തിലാണ് അത് പ്രഭാവമാക്കുന്നത് എന്നാണ് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 35 ന തഥാ അസ്യ ഭവേത് മോഹഃ ബന്ധഃ ച അന്യപ്രസംഗതഃ യോഷിത് സംഗാദിയതാ പുംസഃ യഥാ തത് സംഗി സംഗതഃ. ഇവിടെ പറയുന്നത് ന തഥാ എന്ന് വെച്ചാൽ ആ രീതിയിൽ എന്നർത്ഥം. ന എന്ന് വെച്ചാൽ ഇല്ല, അസ്യ ഭവേത്, അസ്യ ഭവേത് എന്ന് വെച്ചാൽ ഉണ്ടാകുന്നില്ല എന്ന്. അപ്പം തഥാ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ മോഹഃ ബന്ധഃ, മോഹങ്ങളും ആഗ്രഹങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളും ച അന്യപ്രസംഗത, മറ്റൊരു സംസർഗത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന്. അപ്പോൾ മറ്റൊരു സംസർഗത്തിൽ നിന്നും ഈ രീതിയിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും അതിൽ നിന്നുള്ള ബന്ധനങ്ങളും ഉണ്ടാകുന്നില്ല എന്ന്. ഏത് രീതിയിൽ? അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. യോഷിത് സംഘാത്, സ്ത്രീകളോടുള്ള ആസക്തി, അതാണ് യോഷിത്ത് എന്ന് വെച്ചാൽ സ്ത്രീ, സംഘാത് സംഘം ചേരൽ, സ്ത്രീയോടുള്ള ആസക്തി. യഥാ എപ്രകാരമാണോ പുംസഹ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ, യഥാ തത് സംഗി സംഗതഃ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്ത്രീയോടൊരു ആകർഷണീയതയും ആസക്തിയും തോന്നിയാൽ അതാണ് അതിൻ്റെ ബാക്കിയാണ് തൊട്ട് മുകളിൽ പറയുന്നത്. മറ്റൊരു സംസർഗത്തിലും അത്രയ്ക്കും ആഗ്രഹങ്ങളും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റായികയും അതിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങളും കർമ്മബന്ധങ്ങളും മറ്റൊരു സംസർഗത്തിൽ നിന്നും ഉണ്ടാകില്ല എന്നാണ്. മനസ്സിലായ? ആ രീതിയിലുള്ള ബന്ധനങ്ങളും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു ആഗ്രഹവും ഇത് മറ്റൊരു സംസർഗം, ഇപ്പോൾ കൂട്ടുകാരായിട്ട് ബന്ധം വെച്ചാലും ആരോട് ബന്ധം വെച്ചാലും ഈ വിധത്തിലുള്ള ഒരു ബന്ധനം ഉണ്ടല്ലോ, അത് മറ്റൊരു സംസർഗത്തിൽ നിന്നും ഉണ്ടാവില്ല. പിന്നെ പറയുന്നു യഥാ, അതുപോലെ തന്നെ തത് സംഗി സംഗതഃ, ഇപ്രകാരം സ്ത്രീകളോട് ആസക്തിയുള്ള ആളുകളുമായി കൂട്ടുകൂടിയാലും അവനവൻ്റെ മനസ്സിൽ എന്താ പറയുക, ആ ഒരു ആസക്തിയുള്ള ആളാണെങ്കിലും ഇനി അവനവൻ അതില്ല, നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, പക്ഷേ കൂട്ടുകൂടിയ കൂട്ടുകാർ അങ്ങനത്തെ ആൾക്കാരാണ്. അതായത് ഒരു സ്ത്രീകളോട് വളരെയധികം മോശമായി, ഒരു സ്ത്രീ ശരീരത്തെ മോശമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന ആളുകളോടാണ് കൂട്ടുകൂടുന്നത് എങ്കിൽ പോലും ഇത് രണ്ടാണെങ്കിലും ഇതിൽ നിന്നും ഉണ്ടാകുന്ന ബന്ധനം, ഇതിൽ നിന്നും ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ, കാമവികാരം, ബന്ധനം, ഫലം, അത് മറ്റൊരു സംസർഗത്തിൽ നിന്നും ഉണ്ടാവില്ല എന്ന്. അപ്പം ഏറ്റവും കൂടുതൽ കർമ്മഫലം ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ബന്ധനങ്ങൾ, പുനർജന്മങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമായിട്ടുള്ള ഒരു സമ്പർക്കം സ്ത്രീകളോടുള്ള ആസക്തി സ്വന്തം മനസ്സിൽ തോന്നുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവനവൻ്റെ ഉള്ളിൽ തോന്നിയില്ലെങ്കിൽ പോലും അവനവൻ ചെന്നുപെടുന്ന കൂട്ടുകെട്ട് അങ്ങനെയുള്ള ആൾക്കാരാവുക. അപ്പോൾ സ്വയം നമ്മൾ അങ്ങനെയായി മാറുമല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രാരാബ്ധത്തെ അല്ലെങ്കിൽ ബന്ധനങ്ങളെ സൃഷ്ടിക്കുന്നത്. അത്രത്തോളം മറ്റൊരു സംസർഗത്തിനും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി ശ്ലോകം 36 എന്നിട്ട് പറയാണ്, എന്തിനാ ഇനി മനുഷ്യൻ്റെ കാര്യം പറയണേ?
ഭഗവാൻ പോലും പെട്ടുപോയിട്ടുണ്ട് അല്ലേ? ഓർമ്മയില്ലേ? ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ആദ്യമായിട്ട് ബ്രഹ്മദേവനിൽ ആ 10 മഹർഷിമാരെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായത് ആദ്യം ഒരു സ്ത്രീ സരസ്വതി ദേവിയാ. സ്വന്തം മകളെ കണ്ടപ്പോൾ, ആ സൗന്ദര്യം കണ്ടപ്പോൾ പിതാവിൻ്റെ ഉള്ളിൽ പോലും കാമവികാരം ഉണർന്നു. ബ്രഹ്മാവിന് പോലും അത് സംഭവിച്ചു. അതുപോലെ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്നപ്പോൾ മഹാദേവൻ്റെ ഉള്ളിൽ പോലും ആ കാമവികാരം ഉണർന്നു. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ? അത്രയ്ക്കും അപകടം പിടിച്ച പ്രകൃതിയുടെ മായയുടെ രൂപമാണ് സ്ത്രീ രൂപം എന്നുള്ളത് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അതാണ് പറയുന്നത് ശ്ലോകം 36. പ്രജാപതി സ്വാം ദുഹിതരം ദൃഷ്ട്വാ തത് രൂപദർശിതഃ രോഹിത് ഭൂതാം സ അന്വദാവത് ഋക്ഷരൂപി ഹതത്രഭഃ. പ്രജാപതിയായ ബ്രഹ്മാവ് സ്വാം ദുഹിതരം സ്വന്തം പുത്രിയെ ദൃഷ്ട്വ കണ്ടിട്ട് തത് രൂപ അവളുടെ ആ സൗന്ദര്യത്തിൽ ദർശിത മതിമറന്നിട്ട് രോഹിത് ഭൂതാം എന്ന് വെച്ചാൽ ഒരു പെൺമാൻ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ആ അന്വദാവത്ത് ഋക്ഷരൂപി എന്ന് വെച്ചാൽ ഒരു ആൺമാൻ അതിൻ്റെ പിന്നാലെ അന്വദാവത്ത് അതിനെ പിന്തുടരുന്നത് പോലെ ഹതത്രഭ ലജ്ജയില്ലാതെ ബ്രഹ്മാവ് പോയിട്ടുണ്ട് മകളുടെ പിന്നാലെ നിന്ന്. സ്വന്തം പുത്രിയുടെ ആദ്യമായി തന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സ്വന്തം പുത്രിയുടെ ആ ഒരു ഭംഗി കണ്ടിട്ട്, ആ സൗന്ദര്യം കണ്ടിട്ട് മതിമറന്ന ബ്രഹ്മദേവൻ ഒരു പെൺമാൻ ഇങ്ങനെ കാട്ടിലൂടെ ഓടി നടക്കുമ്പോൾ അവളുടെ പിന്നാലെ കാമവികാരത്തോടു കൂടി ഓടുന്ന ഒരു ആൺമാനിനെ പോലെ ലജ്ജയില്ലാതെ പുത്രിയുടെ പിന്നാലെ പോയ ബ്രഹ്മാവിനെ ഓർക്കൂ. സൃഷ്ടികർത്താവ് പോലും ആ മായയിൽ വീണു പോയിട്ടുണ്ടെന്ന്. അവിടെ ബ്രഹ്മാവിൻ്റെ മനസ്സ് ഇതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ഇതൊക്കെ ഇങ്ങനെ നടക്കണം, മനസ്സിലായോ? അതാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയുണ്ടോ? ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? സൃഷ്ടികർമ്മം തുടങ്ങിയപ്പോൾ 5 അജ്ഞാന വൃത്തികളാണ് ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ഉണ്ടായത്. ഏറ്റവും ആദ്യം ബ്രഹ്മാവ് ഇതൊന്നും വിചാരിച്ചിട്ടില്ല. അത്രയും തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ലതിനെ നല്ലൊരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് തുടങ്ങിയതാ. ആദ്യം പുറത്തേക്ക് വന്നത് 5 അജ്ഞാനങ്ങൾ, ആ തമോ ഗുണ വികാരങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ ഭയങ്കര നിരാശ തോന്നി. അങ്ങനെ ഭഗവാനെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മാനസപുത്രന്മാരായി സനകാദികൾ വന്നത്. ഓർമ്മയില്ലേ നമ്മൾ അന്ന് പറഞ്ഞത്? അവരോട് കർമ്മം ചെയ്യാൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന് പറ്റില്ല നിരസിച്ചപ്പോഴാണ് ദേഷ്യം വന്നപ്പോൾ രുദ്രദേവൻ വന്നത്. രുദ്രദേവൻ കർമ്മം ചെയ്തപ്പോൾ തമോ ഗുണമുള്ള ആളുകളെ കൊണ്ട് ലോകം നിറയുന്നത് കണ്ടപ്പോൾ പാടില്ല, നിർത്തൂ, പോയി തപസ് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 10 മരീചി മുതലായ മഹർഷിമാരുണ്ടായത്. അങ്ങനെയാണ് സൃഷ്ടി നടന്നത്. ഓർമ്മയില്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം ബ്രഹ്മാവിൽ നിന്നും അജ്ഞാന വൃത്തികൾ 5 തമോ വികാരങ്ങൾ പുറത്തു വരാൻ കാരണം അതുകൊണ്ടാണ്. സനകാദികൾ നിരസിച്ചപ്പോൾ, പുത്രന്മാർ നിരസിച്ചപ്പോൾ ബ്രഹ്മാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പോൾ ഈ ദേഷ്യം വരണം എന്നാലേ രുദ്രനുണ്ടാവോ? ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് വരണം. അപ്പോൾ ദേഷ്യം എന്ന വികാരത്തെ അല്ലേ ഏറ്റവും ആദ്യം സൃഷ്ടിക്കണ്ടേ? അതാണ് പ്രകൃതി ബ്രഹ്മാവിൽ നിന്ന് 5 അജ്ഞാന കാമം, ദേഷ്യം, കോപം, ഇതൊക്കെ ഇങ്ങനെയുള്ള 5 അജ്ഞാന വൃത്തികൾ ബ്രഹ്മാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതേ ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പോൾ അയ്യോ, എൻ്റെ മനസ്സിലപ്പോൾ ദേഷ്യം എന്നുള്ളൊരു വികാരം ഉണ്ട് ഇല്ലേ എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ കാമം എന്ന വികാരം ഉണ്ടെന്ന് ബ്രഹ്മാവിന് മനസ്സിലായത് മകളെ കണ്ട് മോഹിച്ചപ്പോഴാണ്. കണ്ടോ? ആ ശരീര സൗന്ദര്യം കണ്ട് മോഹിച്ചപ്പോഴാണ് ബ്രഹ്മാവിന് ഉള്ളിൽ കാമവികാരം ഉണ്ടെന്ന് മനസ്സിലായത്. ആ കാമവികാരം ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ വരാൻ കാരണം എന്താ? ഏറ്റവും ആദ്യം അജ്ഞാനവൃത്തികളാണ് ഉണ്ടായത്. അതുണ്ടാവണം, അപ്പോഴാണ് അതിൽ നിന്ന് ഇങ്ങനെയുള്ള സൃഷ്ടികൾ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയാണ് പ്രകൃതി ആദ്യമേ ഈ വികാരങ്ങളെ, ഈ തമോ വികാരങ്ങളെ ആദ്യമേ സൃഷ്ടിച്ചത് എന്ന്. കാരണം മായയുടെ പ്രതിചലനം വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം ബ്രഹ്മാവിൽ നിന്ന് സനകാദി മഹർഷിമാരുണ്ടായി. അതിനുശേഷം അപ്പോൾ അവർ ഇങ്ങനെ പറ്റില്ല, കർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരസിക്കുമ്പോൾ ബ്രഹ്മാവ് ദേഷ്യമേ വരുന്നില്ല. കാരണം നല്ലത് മാത്രമാണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. എങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജനിക്കുന്നവർ മുഴുവനും മോക്ഷം നേടി പോവില്ലേ? ആരാ പിന്നെ മായയിൽ പെട്ടുപോവുക? ആരാ പിന്നെ വികാരങ്ങൾക്ക് അടിമപ്പെടുക? ആരും ഉണ്ടാവില്ല. എല്ലാവരും മോക്ഷം നേടി പോയേ പിന്നെ പ്രപഞ്ചം ഉണ്ടാവൂ? മായയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മ അല്ലേ? മായയിൽ നിന്ന് സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനാണ് ഈ പ്രപഞ്ചം.
അപ്പം പ്രപഞ്ചം നിലനിൽക്കാൻ മായ പരമാവധി ശ്രമിക്കും. പ്രപഞ്ചം നിലനിൽക്കണ്ടേ, ജനന മരണങ്ങൾ ഉണ്ടാവണം, എന്നാലേ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. ബ്രഹ്മാവിൻ്റെ 100 വയസ്സാണ് ആയുസ് ബ്രഹ്മാവിന്, അല്ലേ? 100 വയസ്സ്. അപ്പോൾ ഒരു ദിവസമാണ് 1000 ചതുർയുഗം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ചതുർയുഗങ്ങൾ കഴിയണം എന്ന് ആലോചിച്ച് നോക്കും. അതുവരെ ബ്രഹ്മാവിന് ഉണ്ടാവണ്ടേ, അതുവരെ ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം നടത്തണം. അതിന് ജനന മരണങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് ബ്രഹ്മാവിൽ നിന്ന് ആദി അജ്ഞാന വൃത്തികൾ വന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള വികാരങ്ങൾ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള വികാരങ്ങളുടെ ഫലമായിട്ടുള്ള ദോഷങ്ങൾ വരും, പ്രാരാബ്ദങ്ങൾ വരും, അഹങ്കാരം, അതനുസരിച്ചുള്ള പ്രാരാബ്ദങ്ങൾ വരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നതൊക്കെ ഈ ചക്രത്തിൽ, ജനന മരണാവർത്തന ചക്രത്തിൽ പെട്ടുപോവുകയും ചെയ്യും. മായയുടെ ഏറ്റവും പ്രഭാവമുള്ള ഒരു ശക്തി, മനുഷ്യർ പെട്ടുപോകുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ രൂപമാണ്. ആ സൗന്ദര്യത്തിനോടുള്ള ആകർഷണീയത കണ്ടിട്ടാണ് എല്ലാ ആളുകളുടെയും ജീവിതം പെട്ടുപോകുന്നത്. അതിൽ ബ്രഹ്മാവിന് പോലും തടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് ആ ശ്ലോകം. ഇനി ശ്ലോകം 37. തത് സൃഷ്ടേഷു കഹ നു അഖണ്ഡിത ധീ ഭൂമാൻ ഋഷിം നാരായണ ഹൃദേ യോഷിത് മയാ ഇഹ മായയാ. തത് സൃഷ്ടേഷു കഹ നു അഖണ്ഡിത ധീ ഭൂമാൻ ഋഷി നാരായണ ഹൃദേ യോഷിത് മയാ ഇഹ മായയാ. തത് ആ ബ്രഹ്മാവിനാൽ സൃഷ്ടേഷു ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളിലും, അതാണ് സൃഷ്ടേഷു എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സകല ജീവസത്തകളും ചരാചരങ്ങളും സകല സൃഷ്ടികൾക്കും പിന്നെ എങ്ങനെയാണ് മനോനിയന്ത്രണം ഉണ്ടാവുക? കാരണം സൃഷ്ടികർത്താവ് വരായ ബ്രഹ്മാവ് വരെ ഈ ഒരു ആസക്തിയിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടാവില്ലേ? അതാണ് പറയുന്നത്. കഹ ആർക്കാണ്? അഖണ്ഡിത ധീ എന്ന് വെച്ചാൽ മുറിഞ്ഞു പോവാത്ത, അതായത് എന്താ പറയുക, അറിവില്ലായ്മ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പം മുറിഞ്ഞു പോവാത്ത ബുദ്ധി എന്ന് വെച്ചാൽ എന്താർത്ഥം? ശാശ്വതമായ വിവേക ബുദ്ധി എന്നർത്ഥം. ആത്മീയമായ ബുദ്ധി. പുമാൻ, കഹപുമാൻ, ഏതൊരാൾക്കുണ്ടാവുകയെന്ന്. ബ്രഹ്മാവായ സൃഷ്ടികർത്താവിന് പോലും ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ച സർവചരാചരങ്ങളിൽ ആർക്കാണ് പിന്നെ അഖണ്ഡിത ധീ, മുറിയാത്ത ആ ഒരു ബുദ്ധിശക്തി, അതായത് പ്രചോദിതമായ ആ ബുദ്ധിശക്തി പിന്നെ ആർക്കാണ് ഉണ്ടാവുക? അതിലൊരാളെ മാറ്റി നിർത്താട്ടോ. ഋഷി നാരായണ ഹൃദേ, മഹർഷി ഭഗവാന്റെ നരനാരായണ അവതാരത്തിൽ നാരായണ മഹർഷി ഹൃദയ എന്ന് വെച്ചാൽ ഒഴികെ അദ്ദേഹം മാത്രമേ ഈ ഒരു കാമവികാരത്തിൽ പെടാതെ പോയിട്ടുള്ളൂ എന്ന്. ബാക്കി എല്ലാ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും ഇതിൽ പെട്ടിട്ടുണ്ട്. അതാണ് പറയുന്നത്. നാരായണ മഹർഷി ഒഴികെ ബാക്കി എല്ലാവരും യോഷിത് മയ എന്ന് വെച്ചാൽ എൻ്റെ. അപ്പം മഹർഷി ഇത് പറയുന്നത് കപില മഹർഷിയാണല്ലോ, പറയാണ് മയ. അപ്പം ആ ഭഗവാനാണല്ലോ മയ, എൻ്റെ ഇഹ ഈ ലോകത്തെ യോഷിത് ഒരു സ്ത്രീ രൂപത്തിലുള്ള മായയിൽ പെട്ടുപോയവരാണ് എന്നൊന്നും. ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും, അതിൽ നരനാരായണ അവതാരത്തിലെ നാരായണ മഹർഷി ഒഴികെ ബാക്കി എല്ലാവരും സ്ത്രീ രൂപത്തിലുള്ള എൻ്റെ മായയിൽ പെട്ടുപോയിട്ടുള്ളതാണെന്ന്. ആ സൗന്ദര്യത്തിൽ വീണുപോയ മനസ്സാണ് ബാക്കി എല്ലാവരുടെയും. അതാണ് ഇതിൽ പറയുന്നത്. നാരായണ മഹർഷി തപസ് ചെയ്യുമ്പോൾ ഇന്ദ്രന് അസ്വസ്ഥത വന്നിട്ട് കൂടുതൽ ശക്തി പ്രാപിക്കോ എന്ന് പേടിച്ചിട്ട് തപസ് ഇളക്കാനായിട്ട് രംഭയോ ഉർവശി മേനക രംഭ അതിലാരെയോ പറഞ്ഞേക്കും, രംഭയ ആണെന്ന് തോന്നുന്നു വരുന്നത്. അങ്ങനെ വന്ന് നാരായണ മഹർഷിയെ പല രീതിയിൽ ഇതാക്കാൻ അദ്ദേഹത്തിനെ ആകർഷിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും അവളെ പോലും അപ്സര സ്ത്രീകളെ തോൽപ്പിച്ചു കളയുന്ന രീതിയിൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന്. അതാണ് ഉർവശി. അപ്സര സ്ത്രീകളെയാണ് പറഞ്ഞേക്കുന്നത് ഇന്ദ്രദേവൻ. അവർ വന്ന് പല രീതിയിൽ അദ്ദേഹത്തിനെ മോഹിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മോഹിച്ചില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് ഒരു സ്ത്രീക്ക് ജന്മം നൽകി, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അദ്ദേഹം സൃഷ്ടിച്ച സ്ത്രീയാണ് ഉർവശി. അപ്സര സ്ത്രീകൾ പോലും
നാണിച്ച് തല താഴ്ത്തിപ്പോയി എന്ന്. കാരണം അവരെ പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ ജന്മം കൊടുത്തു നാരായണ മഹർഷി, മനസ്സിലായ? അപ്പോൾ അവർ നാണിച്ച് തല താഴ്ത്തി ഓടിപ്പോയിന്ന്. അപ്പം ഇതിലും വലിയ സൗന്ദര്യം ഒരാളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ എന്ന് ആ അപ്സര സ്ത്രീകൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. അതാണ് നാരായണ മഹർഷി ഒഴികെ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ചരാചരങ്ങളും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും ആ ഒരു എൻ്റെ സ്ത്രീ രൂപത്തിലുള്ള മായയിൽ പെട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രചോദിതമായ ബുദ്ധിശക്തി ആർക്കാണ്? ഈ നാരായണ മഹർഷി ഒഴികെ വേറെ ആർക്കാണ് ഉള്ളത്? അതിലൊന്നും പെടാത്തൊരു ബുദ്ധി ഉണ്ടല്ലോ, മുറിയാത്ത ബുദ്ധി എന്ന് വെച്ചാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുപോവില്ല. ആ ആത്മതത്വത്തെ അറിഞ്ഞാൽ പിന്നെ അത് മുറിക്കപ്പെട്ട് അതിൽ നിന്ന് കീഴ്പോട്ട് ഇറങ്ങില്ല. എന്തൊക്കെ അവരെ ആകർഷിക്കാൻ വന്നാലും അവർ പോവില്ല എന്ന്, അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അതാണ് ആ മുറിയാത്ത മനഃശക്തി, ബുദ്ധിശക്തി. അത് മഹർഷിക്കും, നാരായണ മഹർഷിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്ലോകം 38. ബലം മേ പശ്യ മായയാ സ്ത്രീമയ്യ ജയിനഃ ദിശാം യഹ കരോതി പദാക്രാന്താൻ ഭ്രുവി ജൃംഭേണ കേവലം. ബലം മേ, എൻ്റെ മേ എന്ന് വെച്ചാൽ എൻ്റെ ബലം, എൻ്റെ ശക്തി, മായയ സ്ത്രീമയ്യ, സ്ത്രീ രൂപത്തിലുള്ള എൻ്റെ മായാശക്തിയെ പശ്യ, അതുകൊണ്ട് നിങ്ങൾ അറിയണമെന്ന്, ശരിക്കറിയണമെന്ന്. സ്ത്രീ എന്ന രൂപത്തിൽ, ശരീരരൂപം എന്ന് പറയുന്ന മായയാകുന്ന എൻ്റെ ആ രൂപത്തിലുള്ള മായാശക്തിയുടെ പ്രഭാവം എന്താണെന്ന് പശ്യ, ശരിക്കും മനസ്സിലാക്കണം. കാരണം ദിശാം ജയിനഹ, 3 ദിക്കുകളെ 4 ദിക്കുകളെയും ദിശകളെയും ജയിനഹ, ജയിച്ചവൻ പോലും എന്ന് വെച്ചാൽ ഈ ലോകം കീഴടക്കിയവൻ പോലും, ഭ്രൂവിജൃംഭേണ കേവലം, കേവലം എന്ന് വെച്ചാൽ വെറും, ഭ്രൂവിജൃംഭേണ ഒരു സ്ത്രീയുടെ പുരികക്കൊടികളുടെ ചലനം കണ്ട്, യഹ കരോതി പദാക്രാന്താൻ, അവളുടെ പാദം കാൽക്കീഴിൽ വന്ന് വീണുപോയിട്ടുണ്ട് എന്നു. ഈ ലോകം മുഴുവൻ കീഴടക്കിയവൻ പോലും, അത്രയ്ക്കും വലിയ പരാക്രമി പോലും ഒരു സ്ത്രീയുടെ പുരികക്കൊടികളുടെ ചലനത്തിൽ അവളുടെ കാൽക്കീഴിൽ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ ശരീര രൂപത്തിലുള്ള എൻ്റെ മായാശക്തിയുടെ പ്രഭാവം എന്താണെന്ന് മനസ്സിലാക്കി വേണം ഈ ലോകത്ത് ജീവിക്കാൻ. ആ ആകർഷണീയതയിൽ പെട്ടുപോകരുത്. അതിൽ പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജനന മരണ ചക്രം, എവിടെയും സമാധാനമില്ലാത്ത യാതനകൾ അനുഭവിക്കുന്ന ജനന മരണ ചക്രത്തിൽ വീണുപോകും. കാരണം അത്രത്തോളം ബന്ധനവും അത്രത്തോളം മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാക്കുന്ന മറ്റൊരു സമ്പർക്കവും വേറെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് തന്നെ ജീവിക്കണം. ശ്ലോകം 39. സംഗം ന കുര്യാത് പ്രമദാസു ജാതു യോഗസ്യ പരം ആരുരൂക്ഷു മത്സേവയാ പ്രതിലബ്ധ ആത്മലാഭഃ വദന്തിയ നിരയദ്വരം അസ്യ. അതുകൊണ്ട് എപ്പോഴും ഒരു പുരുഷൻ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, സംഘം ന കുര്യാത്ത്, ഒരിക്കലും സംഘം ചേരരുത് ഒരു സ്ത്രീയോട്. പ്രമദാസു ജാതു, ജാതു എന്ന് വെച്ചാൽ ഒരിക്കലും. പ്രമദാസു എന്ന് പറയുമ്പോൾ അർത്ഥം സ്ത്രീകളോട് ഒരിക്കലും ഒരു പുരുഷൻ ഇങ്ങനെ സംഘം വെക്കരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭാര്യയോട് കൂടെ ജീവിക്കരുത് എന്നല്ല, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ഇപ്പോൾ അയാൾ ചിന്തിക്കുന്ന, ആ വ്യക്തി ചിന്തിക്കുന്ന പോലെ തന്നെ ആ ഒരു ആവശ്യത്തിനുള്ള ജീവിത സൗകര്യങ്ങൾ, അതിനേക്കാൾ ഉപരി നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനെ അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള കുറച്ചൊരു ആത്മീയ ചിന്തയും ഒക്കെയുള്ള ഒരു ഭാര്യയാണ് ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കുന്നതെങ്കിൽ അവരോടൊപ്പം അവരെയും കൂടി കൈപിടിച്ചു കൂടെ കൊണ്ടുപോയി, ആ പണ്ടത്തെ മഹർഷിമാരൊക്കെ കണ്ടിട്ടില്ലേ, അവർ ആ സന്യാസത്തിലും കുടുംബജീവിതം നയിച്ച ഭാര്യയെ കൂടി ആ തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടാണ് അവരങ്ങനെ വാനപ്രസ്ഥമൊക്കെ നയിക്കുക. അങ്ങനെ നമുക്ക് ജീവിക്കാം. അതല്ല കൂടെയുള്ള ആള് ഈ ഒരു ഭൗതിക വിഷയാസക്തി ഉള്ള ആളാണെങ്കിൽ അപ്പോൾ പിന്നെ ആ പുരുഷൻ ആ വഴിക്ക് പോവരുത്, അവരുടെ ചിന്താഗതിയിലേക്ക് ഈ പുരുഷൻ്റെ മനസ്സ് വിട്ടുപോവരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടെ ജീവിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളവരുമായി, അങ്ങനെയുള്ള സ്ത്രീകളുമായി ഒരിക്കലും സംഘം വെക്കരുതെന്ന്. ആര് സംഘം വെക്കരുതെന്നാണ് പറയുന്നത്? യോഗസ്യ, ആ യോഗ നിഷ്ഠയോടുകൂടി ജീവിച്ച് ആ യോഗ പരിശീലനമൊക്കെ ചെയ്ത് പാരം ആരുരു
പരമരുക്ഷു, പരം എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന, പാരം, ആ പരമകാഷ്ഠയായിട്ടുള്ള ആ യോഗാവസ്ഥയെ പ്രാപിക്കാൻ ആഗ്രഹിച്ച് യോഗ പരിശീലനം ചെയ്ത് ആത്മീയമായ ജീവിതം നയിച്ച് യോഗമൊക്കെ അനുഷ്ഠിച്ച് മെഡിറ്റേഷൻ ധ്യാനമൊക്കെ ചെയ്ത് ആ ആത്മീയതയുടെ പരമകാഷ്ഠയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവൻ മത് സേവയാ, ഭഗവാനെ ഭക്തിയോടെ സേവിച്ച് ഭഗവത് സേവനത്തിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനകളിലൂടെ പ്രതിലബ്ധ ആത്മലാഭ, ആത്മതത്വം അറിയാനായിട്ട്, പ്രതിലബ്ധ നേടാനായിട്ട്, അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു സ്ത്രീയുമായിട്ട് നിത്യവുമുള്ള ഒരു സമ്പർക്കം അങ്ങനെ വെച്ച് പുലർത്തരുത്. കാരണം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിരയദ്വാരം അസ്യ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു പുരുഷൻ്റെ നിരയദ്വാരം, നരകത്തിലേക്കുള്ള കവാടവാതിലുണ്ടല്ലോ, ആ ആദ്യത്തെ നരകത്തിൻ്റെ വാതിലാണെന്ന്, നരകത്തിലേക്ക് കടക്കാനുള്ള ആ കവാടത്തിൻ്റെ വാതിലാണ് യഹ, ആ സ്ത്രീ എന്ന് വദന്തി പറയപ്പെടുന്നു എന്ന്. അവൻ്റെ ജീവിതം നേരത്തെ പറഞ്ഞ പല വിധത്തിലുള്ള നരകവർണ്ണന കണ്ടില്ലേ, അതിലേക്ക് എത്തിപ്പെടാനായിട്ട് അതിൻ്റെ വാതിലിലേക്ക് എത്തിക്കുന്നതാണ് ആ സ്ത്രീയുമായിട്ടുള്ള സമ്പർക്കം എന്ന് മനസ്സിലാക്കി വേണം പോവാൻ. അവൻ ഒരു ആത്മീയത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പുരുഷൻ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശ്വര സേവനത്തിലും ആത്മതത്വം അനുഭവിച്ചറിയാനുള്ള ആഗ്രഹത്തിലും യോഗ പരിശീലനത്തിലും ഒക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്ത്രീ സമ്പർക്കത്തിലേക്ക് പോവരുത്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ആ സ്ത്രീയുടെ സ്ത്രീക്കൊരു ശരീരം കൊണ്ടൊരു ആകർഷണീയത തോന്നുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ മാത്രം കേട്ട് അതിൻ്റെ പിന്നാലെ മനസ്സിങ്ങനെ അറിയാതെ പെട്ടുപോവുകയോ, അങ്ങനെ പെട്ടുപോവും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ അടുപ്പം സ്ത്രീകളുമായി വയ്ക്കാൻ ഒരിക്കലും ഇങ്ങനെ ഒരു യോഗാവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ ഒരിക്കലും ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അവൻ മുക്തിയല്ല, നരകത്തിൻ്റെ വാതിലാണ് അവൻ്റെ മുന്നിൽ തുറക്കപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. കാരണം അവൻ ശ്രമിക്കുന്നത് ആത്മതത്വത്തിലേക്ക് പോകാനാ. അപ്പം എന്താ ഉണ്ടാവുക? ആത്മീയതയാണ് അവൻ ആഗ്രഹിക്കുന്നത്, മുക്തിയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഒരുവൻ ആ ആഗ്രഹവും വെച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ ആരാണ് പരമാവധി ആളുടെ മനസ്സിനെ വലിച്ചിടാൻ വരിക? തീർച്ചയായിട്ടും മായ പ്രവർത്തിക്കും. കാരണം മോക്ഷത്തിലേക്ക് പോകാൻ, മോക്ഷം ആഗ്രഹിച്ച ആത്മീയതയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴേക്കും മായയുടെ കളി തുടങ്ങും. മായ പല വിധത്തിൽ നമ്മളുടെ അടുത്തേക്ക് പല ആളുകളെ, ചിലപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, അപ്പോൾ പിന്നെ ആ ചിന്ത അതിലേക്കായിരിക്കില്ല. പണം ഉണ്ടാക്കണം, കുടുംബത്തിനെ പരിപാലിക്കണം, അപ്പം പിന്നെ ലക്ഷ്യം മാറി ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതെങ്കിലും ഇതുപോലെ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം വരിക, എവിടെയെങ്കിലും പെട്ടെന്ന് ഒരാൾ പരിചയപ്പെട്ടു, സംസാരിച്ചു, അവരുടെ സംസാരം കൂടുതൽ ആകർഷണീയത തോന്നി, അങ്ങനെ അതിൽ പെട്ടുപോവുക. അങ്ങനെ ആ വഴിക്കൊക്കെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും മായയുടെ കളി തുടങ്ങും. അപ്പോൾ അത് മനസ്സിലാക്കണം. മായ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സ്ത്രീ രൂപത്തിൽ, ഞാൻ അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് വിവേകപൂർവ്വം ചിന്തിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. ശ്ലോകം 40. യഹ ഉപയാതി ശനൈഹി മായ യോഷിത് ദേവ വിനിർമ്മിത താം ഈക്ഷിതേ ആത്മനഃ മൃത്യും തൃണൈ കൂപം ഇവ ആവൃതം. അതായത് യഹ ഉപയാതി, അതായത് ശനൈഹി എന്ന് വെച്ചാൽ വളരെ പതുക്കെ മായ യോഷിത് ഒരു സ്ത്രീയുടെ രൂപത്തിൽ പതുക്കെ യഹ ഉപയാതി നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് തോന്നിയാൽ, അതായത് ആ മായാശക്തി, ഞാനൊരു മോക്ഷം ആഗ്രഹിക്കുന്ന ആത്മീയ ജീവിതം നയിക്കുന്നവനാണെങ്കിൽ മായ കളിക്കുക എങ്ങനെയായിരിക്കും? ഒരു സ്ത്രീയുടെ രൂപത്തിൽ പതുക്കെ, അതാണ് ശനൈഹി, നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത് വരുന്ന കാണുമ്പോൾ ദേവവിനിർമ്മിത, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ രൂപത്തിൽ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടു, കൂടുതൽ സംസാരിച്ചു, അങ്ങനെ അടുപ്പായി പതുക്കെ അവൾ എന്നിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ചിന്തകളിലേക്ക് അവൾ വരുന്നുണ്ട് എന്ന് തോന്നിയാൽ താം അവളെ ഈക്ഷതേ ആത്മനഃ മനസ്സിലാക്കണമെന്ന്. അത് മനസ്സിലാക്കിയിട്ട്, കാരണം ഈക്ഷതേ എന്നുവെച്ചാൽ മനസ്സിലാക്കണം. എങ്ങനെ? ആത്മനഃ മൃത്യു, ഇതെൻ്റെ നാശത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കണം. അത് ആ സ്ത്രീയുടെ കുഴപ്പമില്ല, കുഴപ്പം എൻ്റെ മനസ്സിനാണെന്ന് പുരുഷൻ മനസ്സിലാക്കണം. അപ്പോൾ ഇതെൻ്റെ നാശത്തിനാണ്. അവൾ എടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദിവസത്തിൽ സദാസമയം അവളെ പല സമയത്തും അവളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതെൻ്റെ നാശത്തിനാണെന്ന് മനസ്സിൽ, മായയുടെ കളിയാണ്, ഞാൻ അതിൽ പെടില്ല എന്ന് വിവേകത്തോടെ ഒരു പുരുഷൻ ചിന്തിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തൃണൈ എന്ന് വെച്ചാൽ പുല്ലിനാൽ ആവൃതം, മൂടപ്പെട്ട, ഇവ പോലെ,
കൂപം, ഒരു കുളം പോലെയായിരിക്കുന്നെന്ന്. പുല്ലുകൊണ്ട് മൂടപ്പെട്ട ഒരു കിണറോ കുളമോ പോലെയായിരിക്കും. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ കിണറിൻ്റെ മുകളിൽ നിറയെ പുല്ലുകളാണെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ കുളത്തിൻ്റെ മുകളിൽ. അപ്പം എല്ലായിടത്തും ഇങ്ങനെ കുളവും കിണറും ഇങ്ങനെ എല്ലായിടത്തും പുല്ലുണ്ട്. അതിലൊരു ഭാഗത്ത് മാത്രം അടിയിൽ കിണറായിരിക്കും, പക്ഷെ അറിയില്ല. നിറയെ പുല്ല് വളർന്ന് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ കിണറ്റിൽ വീണു പോവും. പുല്ലാണെന്ന് കരുതി ചവിട്ടണതാ, പക്ഷെ അത് വീണു പോവും. അതാണ് പുല്ലുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു കിണർ പോലെയാണ് അത് നിന്ന്. അതായത് ആ പുല്ലിൻ്റെ സൗന്ദര്യം കണ്ട് അത് പുല്ലാണല്ലോ എന്ന് വിചാരിച്ച് ചവിട്ടണതാ, പക്ഷെ അത് കിണറായിട്ട് ആ കിണറ്റിൽ പോയി വീഴും. അത് അവൻ്റെ നാശത്തിന് കാരണമാവുന്നത് പോലെ പതുക്കെ പതുക്കെ ആ ഒരു ആത്മീയത ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവനറിയാതെ അവൻ്റെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ മായാ സൃഷ്ടിയാൽ ഒരു സ്ത്രീ പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് ആ സ്ത്രീയുടെ കുഴപ്പമില്ല, എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് എൻ്റെ നാശത്തിന് കാരണമാണ്, ഇത് മായയുടെ കളിയാണ് എന്ന് ഒരു പുരുഷൻ വിവേകത്തോടെ അതിനെ മനസ്സിലാക്കി അതിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം 41. യാം മന്യതേ പതി മോഹാത് മത് മായ വൃഷഭഃ ആയതീം സ്ത്രീത്വം സ്ത്രീസംഗതഃ പ്രാപ്തഃ വിത്ത അപത്യഗൃഹപദം വിത്ത അപത്യഗൃഹപ്രദം യാം മന്യതേ പതി മോഹാത് മത് മായാം വൃഷഭായതീം സ്ത്രീത്വം സ്ത്രീസംഗതഃ പ്രാപ്തഃ വിത്ത അപത്യഗൃഹപ്രദം. ഇവിടെ എന്താ പറയണേന്നാ, ഒരു സ്ത്രീയെ ഒരു മനസ്സുകൊണ്ട് ഒരു വല്ലാത്ത ആകർഷണം തോന്നിയ ആസക്തി തോന്നിയ ഒരു പുരുഷൻ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നത്തെ ജന്മത്തിൽ അവനൊരു സ്ത്രീയായിട്ടായിരിക്കും ജനിക്കാന്ന്. പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ അതൊരു സ്ത്രീയായിട്ടായിരിക്കും ജനിക്കുക. എന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവായി വരുന്ന പുരുഷനുണ്ടല്ലോ, അയാളോട് വളരെയധികം സ്നേഹവും ആകർഷണീയതയും ഉള്ളവളായിട്ട് തീർന്നിട്ട് ഭൗതികമായ കുടുംബജീവിതമാകുന്ന ജീവിതത്തെ ആസ്വദിച്ച് അധാർമികമായി ജീവിച്ച് ജനന മരണ ചക്രത്തിൽ പെട്ടുപോകുന്ന വഴിയാണ് സംഭവം. അങ്ങനെയാണ് ആവർത്തന ചക്രത്തിൽ പെട്ടുപോകാന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ജന്മത്തിൽ ഒരു പുരുഷൻ സ്ത്രീത്വം സ്ത്രീസംഗതഃ, അതായത് ഒരു പുരുഷൻ സ്ത്രീകളോട് ഒരു സ്ത്രീയോട് ഒരു വല്ലാത്ത ആസക്തി തോന്നിയ, അത് ചോദ്യമായിട്ട് പറയൂ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ രൂപ? അപ്പോൾ സ്ത്രീയോട് ഒരു ആകർഷണീയ തോന്നിയ ഒരു പുരുഷൻ, അതാണ് സ്ത്രീത്വം, സ്ത്രീ ജന്മത്തെ സ്ത്രീസംഗതഃ, സ്ത്രീയോടുള്ള ആസക്തി തോന്നിയ ഒരു പുരുഷൻ പിന്നത്തെ ജന്മം സ്ത്രീത്വം പ്രാപ്തഃ, ഒരു സ്ത്രീ ജന്മത്തെ എടുക്കേണ്ടി വരുന്നു. പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ അതൊരു സ്ത്രീ ജന്മമായിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കാന്നാ, യാം മന്യതേ പതി, യാം ഏതൊരു മന്യതേ പതി തൻ്റെ ഭർത്താവ് ആണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹം ആ സ്ത്രീ എന്നിട്ട് അവളുടെ ഭർത്താവിനെ ഇത് എൻ്റെ ഭർത്താവാണ് എൻ്റെ ലോകം, ഭർത്താവാണ് എനിക്ക് എല്ലാം എന്ന് വിചാരിച്ച് ഭർത്താവിനോടുള്ള അമിതമായ അറ്റാച്ച്മെൻറ്റ്, സ്നേഹം, മമത. പിന്നെ മോഹാത്ത് അതിൽ മോഹിച്ച് മത് മായാം എൻ്റെ മായയിൽ ഋഷഭഃ ആയതീം, അതായത് ഋഷഭ എന്ന് വെച്ചാൽ പുരുഷൻ, ഒരു പുരുഷ രൂപത്തെ പ്രാപിച്ച ഇതേ മായ തന്നെയാണ് ഒരു പുരുഷ രൂപത്തെ പ്രാപിച്ചത്. ആ പുരുഷ രൂപത്തിൽ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ഭർത്താവിനോട് ആസക്തി, സ്നേഹവും മമതയും ഉള്ളവളായി അങ്ങനെ ഭൗതിക വിഷയാസക്തിയോടുകൂടി ജീവിച്ച് വിത്ത എന്ന് വെച്ചാൽ പണം, അപത്യ എന്ന് വെച്ചാൽ സന്തതികൾ, ഗൃഹം വീട്, ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവളായി ജീവിച്ച് ജനന മരണ ചക്രത്തിൽ പെട്ടുപോകുന്നു. അപ്പോൾ ഈ ജന്മം ഒരു പുരുഷൻ ഒരു സ്ത്രീയോട്, ഇപ്പോൾ അന്യ സ്ത്രീകളാവണമെന്നില്ല, സ്വന്തം ഭാര്യയോട് തന്നെ വെക്കുക. ഭാര്യ എന്ന് പറഞ്ഞ കുടുംബജീവിതം എൻ്റെ മാത്രമാണ് എന്ന് വിചാരിച്ച് ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെയാണ്, അവളോട് വളരെയധികം ആസക്തി, സ്നേഹം, അവൾ പറഞ്ഞതല്ലാതെ അവളുടെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഇനി ഇല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഇനി മറ്റുള്ള സ്ത്രീകളോട്, അങ്ങനെയുള്ള പുരുഷന്മാർ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ജന്മം ഒരു സ്ത്രീ ജന്മത്തെ പ്രാപിക്കും. അപ്പോൾ ആ ജന്മത്തിൽ അവൾ വിവാഹം കഴിക്കല്ലോ, അതാണ് പുരുഷൻ. ആ ജന്മത്തിൽ അവൾ വിവാഹം കഴിക്കുന്ന പുരുഷനായിട്ട് ജനിച്ച എൻ്റെ മായ, ആ പുരുഷ രൂപത്തിൽ വന്ന എൻ്റെ മായ, ഭഗവാന്റെ മായ, ആ പുരുഷനെ ഭർത്താവാണ്, സ്വന്തം ഭർത്താവ്, ആ ഭർത്താവാണ് തനിക്ക് എല്ലാം എന്ന് കരുതി അയാളിൽ ആസക്തിയുള്ളവളായി കുടുംബ വിഷയങ്ങളിൽ മാത്രം മനസ്സുപെട്ട് സമ്പത്ത്, കുടുംബം, മക്കള്, ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ ഭൂമി, എൻ്റെ ഗ്രഹം, ഇങ്ങനെ ചിന്തയിൽ മാത്രം ഭൗതിക വിഷയത്തോട് മാത്രം മമതയുള്ളവളായി ജീവിച്ചു മരിക്കുമ്പോൾ
ആ ജന്മത്തിൻ്റെ ബാക്കി പിന്നെ പറയണ്ടല്ലോ. വയസ്സാവും, ആർക്കും വേണ്ടാതാവും, കുറേ കഴിയുമ്പോൾ കഴിവ് ശക്തിയെ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, അങ്ങനെ മരിക്കും. മരിച്ചു പോകുമ്പോൾ ഇതേപോലെയുള്ള യാതനകൾ അനുഭവിച്ചു പിന്നെ കുറേ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ജന്മം കിട്ടുക. കാരണം ഈ ജന്മം സ്ത്രീയായി ജനിച്ചപ്പോൾ അവൾ അധാർമികമായി ജീവിച്ചു. പുരുഷാസക്തിയിൽ, ഭർത്താവിനോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റിൽ മാത്രം ജീവിക്കുന്നവർ ഇത് മനസ്സിലാക്കണം. കുടുംബം എന്നത് തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടുംബം ഉപേക്ഷിക്കാനല്ല ഇവിടെ കപില മഹർഷി പറയുന്നത്. എന്താണ്? മമത, അറ്റാച്ച്മെൻറ്റ് അത് കുറയ്ക്കണം. അവരെൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവാണ് എന്ന അമിത ആസക്തി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് സ്ഥൂലം, മായയിൽ നിന്നുണ്ടായത്. ഇതിനെ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതി, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന, ഇതിനെല്ലാം ഇച്ഛിച്ച ആത്മാവ് ഒരേ ഒരു സത്യം. ഇതെല്ലാം ഒന്നാണ്. ഇത് തന്നെയാണ് ആ സ്ത്രീയിൽ, എൻ്റെ ഭാര്യയിലും, അല്ലെങ്കിൽ ഭാര്യ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിലും. ആ ആത്മാവും ഈ ആത്മാവും ഒന്നാണ്. ആ സൂക്ഷ്മ ശരീരം ഈ സൂക്ഷ്മ ശരീരവും ഒരു പ്രകൃതിയാണ്. ഈ സ്ഥൂലവും ആ സ്ഥൂല ശരീരവും ഒരേ മായയിലെ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയണം. ഈ ബോധമില്ലാതെ ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ മാത്രം സ്വത്ത്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവാണ്, എൻ്റെ മാത്രം, ഇതെൻ്റെ കുടുംബം, ഇതപ്പുറം എനിക്ക് വേറൊരു ലോകമില്ല, ഈ ഒരു ബന്ധത്തിൻ്റെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ ഓവർ അറ്റാച്ച്മെൻ്റാണ്. ആ അറ്റാച്ച്മെൻറ്റിൽ പെടുമ്പോൾ എന്താ സംഭവിക്കുക? ഇവരൊക്കെ ഇത്രയും കാലം ജീവിച്ചോളാം എന്ന് നമുക്ക് എഴുതി വെച്ചിട്ടൊന്നല്ലല്ലോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര കാലം നമ്മളുടെ കൂടെ നിൽക്കാം എന്ന് നമ്മളൊക്കെ എഴുതി തന്നിട്ടൊന്നല്ലല്ലോ വന്നിരിക്കുന്നത്. ഏത് കാലത്ത് വേണമെങ്കിലും ഒന്നെങ്കിൽ ബന്ധങ്ങൾ അവരവരുടെ ജീവിതങ്ങളാവുമ്പോൾ കുറേ കാലം കഴിഞ്ഞ മനുഷ്യൻ്റെ മനസ്സ്, ഭാര്യയുടെ മനസ്സ് മാറാം, ഭർത്താവിൻ്റെ മനസ്സ് മാറാം, മക്കളൊക്കെ സ്വന്തം ജീവിതമാവുമ്പോൾ മാറാം. എന്നും ഇത് ശാശ്വതമായി ഈ സ്നേഹബന്ധം, ഈ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ എനിക്ക് ഇരിക്കാമെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ മാറിപ്പോവാമെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള, അല്ലാതെ കുടുംബം ഉപേക്ഷിച്ച് പോകാനല്ല ഇവിടെ കപില മഹർഷി പറയുന്നത്. കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കുടുംബം. പക്ഷേ അറ്റാച്ച്മെൻറ്റ്, ഓവർ അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും പാടില്ല. ഓരോന്നിനെയും, മക്കളായാലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതൊരു ആത്മാവാണ്, അതിലും പ്രകൃതി എന്ന ശക്തിയാണ് അത് ചലിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് വേണം. അപ്പോൾ തോന്നുന്ന ഒരു ബഹുമാനമുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടും, ഭർത്താവിന് ഭാര്യയോടും തോന്നുന്ന, മക്കളോടും ഒക്കെ തോന്നുന്ന ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. അതാണ് വെക്കേണ്ടത്. അവിടെ നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. നമ്മളുടെ മനസ്സ് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അവരോട് തോന്നുന്ന ഈ മമത, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സ്വന്തം ഭാര്യയോട് മമതയുള്ള, ഓവർ അറ്റാച്ച്മെൻറ്റോട് കൂടി ജീവിക്കുന്ന ഒരു പുരുഷൻ ജന്മലക്ഷ്യം മറന്നിട്ടാണ് മരിച്ചു പോവുക. കുടുംബജീവിതം എന്നാൽ മാത്രം വെച്ചിട്ട്. അപ്പോൾ ജന്മലക്ഷ്യം മറന്നു മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ കുറേ ജന്മങ്ങൾ കഴിഞ്ഞ് ഒരു മനുഷ്യജന്മം കിട്ടുക സ്ത്രീയുടെ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കും? ഇതേപോലെ സ്വന്തം പുരുഷനോട്, ഭർത്താവിനോട് ഓവർ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ത്രീയായിട്ട് ജനിക്കും. അപ്പോഴും എന്താ ഉണ്ടായത്? ജന്മലക്ഷ്യം മറക്കും. ഗർഭത്തിൽ കിടന്ന പോരനേറ്റവും മുന്നേ ഭഗവാന് വാക്കുകൊടുത്തതാ, ഞാൻ അങ്ങയെ അറിയാൻ, അങ്ങയുടെ ആ പ്രകൃതി എന്ന ശക്തിയുടെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഭൂമിയിലേക്ക്. മറന്നു, അറ്റാച്ച്മെൻറ്റ് പെട്ട് മറന്നുപോയി. ഈ അറ്റാച്ച്മെൻറ്റ്, ഈ മമതയാണ് അത് മറന്നു പോകാനുള്ള കാരണം. അപ്പോൾ ആ മമത കുറച്ച്, ഇവർ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, പക്ഷേ അത് ഞാനും ഒന്നാണ്, ആ സോൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ആ പ്രകൃതി എന്ന ശക്തിയാണ് ആ ശരീരത്തെ ചലിപ്പിക്കുന്ന. ശരീരം എന്ന് പറയുന്നത്, ഈ ആകർഷണീയമായ ശരീരം എന്ന് പറയുന്നത് മായയാണ്. സത്വരജ തമോ ഗുണങ്ങളുടെ വിരചിതമായി ഉണ്ട് എന്ന് എൻ്റെ തോന്നലാണ്. അതുകൊണ്ട് ആ ശരീരത്തിനോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് അതൊക്കെ മനസ്സിനെ നിയന്ത്രിച്ച്, അങ്ങനെ ഡിറ്റാച്ചഡായിട്ട് കുടുംബത്തെ പരിപാലിക്കുന്ന ഗ്രഹനാഥനുമായിട്ട് ജീവിക്കാൻ ഓരോ സ്ത്രീക്കും പുരുഷനും കഴിയണം. ഈ മമത വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ജന്മം ഇതേ റൊട്ടേഷൻ ആയിരിക്കും വരിക. ഇതേപോലെ പുരുഷനോട് സ്ത്രീക്കാണെങ്കിൽ ആ പുരുഷനോട് സ്ത്രീക്കാണെങ്കിൽ ആ സ്ത്രീ പിന്നത്തെ ജന്മത്തിൽ ഒരു പുരുഷനായി ജനിച്ച്, ഇതേപോലെ തന്നെ ഒരു പുരുഷന് സ്ത്രീയോടാണെങ്കിൽ അവൻ പിന്നത്തെ മനുഷ്യജന്മം കിട്ടുമ്പോൾ ഒരു സ്ത്രീയായി ജനിച്ച്, ഇതേപോലെ ഭർത്താവിലും ആസക്തിയുള്ളവനായി ജീവിച്ച്, അങ്ങനെ ഇതേപോലെ തന്നെ പുനർജന്മങ്ങളുടെ പ്രാരാബ്ദങ്ങളെ പേറേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ശ്ലോകം 42. താം ആത്മനഃ വിജാനീയാത് പതി അപത്യഗൃഹ ആത്മകം ദൈവ ഉപാസിതം മൃത്യു മൃഗയോഹോ ഗായനം യഥാ. അപ്പോൾ
താം ആത്മനഹ, താം ആ മായയിൽ, ആത്മനഹ അതായത് ആ ആത്മനഹ എന്ന് വെച്ചാൽ അതായത് അത് മായയാണെന്ന്. ഇപ്പോൾ ഭർത്താവാണെങ്കിൽ ഭാര്യ എന്ന് പറയുന്നത് ആ ശരീരം അത് മായയാണ്, ഭാര്യയാണെങ്കിൽ ഭർത്താവ് അത് മായയാണ് എന്ന് വിജാനീയാത്ത്, അത് തിരിച്ചറിയണമെന്ന്. അത് അറിഞ്ഞിട്ട് പതി ഭർത്താവ്, അഭത്യ സന്താനങ്ങൾ, ഗൃഹം വീട്, ആത്മകം എന്നിങ്ങനെയുള്ള ദൈവ ഉപാസിതം ഭഗവാനാൽ നൽകപ്പെട്ടിട്ടുള്ള, ഭഗവാനാൽ വന്നു ചേർന്നിട്ടുള്ള മൃത്യു, നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന ആ മായയിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം എന്ന്. അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു മായയാ. ഭർത്താവ്, ഭാര്യ, മക്കൾ, അച്ഛനമ്മ, സഹോദരങ്ങൾ, ഈ ബന്ധം എന്ന് പറയുന്നത് ശരീരം മായയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളല്ലേ, അത് തീർച്ചയായിട്ടും മായയാണ്. അപ്പോൾ ഇത് ഭഗവാന്റെ തന്നെ, ആ പ്രകൃതിയുടെ തന്നെ മായാശക്തിയാൽ ഉണ്ടായിട്ടുള്ള മായയാണ് ഈ ബന്ധങ്ങൾ. അതുകൊണ്ട് ബന്ധങ്ങളെ ഉപേക്ഷിക്കുകയല്ല, ബന്ധങ്ങൾക്ക് ശരീരത്തിൻ്റെ പ്രാധാന്യം, സ്വന്തം ശരീരത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ അതേപോലെ പ്രാധാന്യം ബന്ധങ്ങൾക്കുണ്ട്. പക്ഷേ അറ്റാച്ച്മെൻ്റാണ് അവിടെ വേണ്ടാന്ന് വെക്കേണ്ടത്, മമത. മനസ്സിലായ? അവരില്ലാതെ ചിലർ പറയും, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ സന്തോഷം അവരിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കുക, നമ്മുടെ സമാധാനം ആ കുടുംബത്തിലാണ് കൊണ്ടുവയ്ക്കണേ. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ചില സമയത്ത് സംഭവിക്കില്ല. അവിടെ പ്രകൃതി ഒരു കളി അങ്ങോട്ട് കളിക്കുമ്പോൾ ഈ കൂടെയുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ മനസ്സങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ പ്രതീക്ഷ തെറ്റി, അപ്പോൾ നമ്മൾ ദുഃഖിച്ചു. അപ്പോൾ കാരണം അതൊരിക്കലും ശാശ്വതമല്ല എന്ന് പ്രകൃതി നമുക്ക് തന്നെ കാണിച്ചു തരും. അത് 100% ഉറപ്പാട്ടാ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്. കുടുംബമാണ്, ആ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത്, കുടുംബത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനു വേണ്ടി അതിനോട് മാത്രം അറ്റാച്ച്മെൻറ്റ് വെച്ച്, കുടുംബത്തിൽ അത്രമാത്രം അറ്റാച്ച്മെൻറ്റ് വെച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു സമയം വരുമ്പോൾ, കുറേ നാൾ അങ്ങനെ പോകും, പക്ഷെ ഒരു സമയം വരുമ്പോൾ പ്രകൃതി അവർക്ക് കാണിച്ചു കൊടുക്കും ഇത് ശാശ്വതമല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഒന്നുകിൽ തലതിരിഞ്ഞു പോകും, കുടുംബാംഗങ്ങൾക്ക് ഇവരെ തള്ളി പറയാൻ തോന്നും, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളിൽ ചെന്നപ്പെടും. അങ്ങനെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കുടുംബ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ, ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ പ്രകൃതി ഇവരുടെ ജീവിതത്തിൽ കൊടുക്കും. അതൊരു തിരിച്ചറിവ് കൊടുക്കുകയാണ്. കുടുംബം നശിച്ചു പോയിട്ട് ഇവരെ നരകയാതന അനുഭവിക്കാനോ ഇവരെ ദുഃഖിക്കാനോ ഇവരെ ദൈവം ശപിക്കുന്നതോ ശിക്ഷിക്കുന്നതോ അല്ല, ഒരു തിരിച്ചറിവ് കൊടുക്കുകയാണ്. ഭൂമിയിൽ കിട്ടുന്ന ബന്ധങ്ങൾ ശാശ്വതമല്ല, നീ ഒരു തെറ്റിദ്ധാരണയിലാണ് ഇരിക്കുന്നത്. ഈ അറ്റാച്ച്മെൻ്റാണ് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സമാധാനമെന്ന്. അതിൽ നിന്ന് നിനക്കൊരു തിരിച്ചറിവ് തരണമെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ് പോകണമെങ്കിൽ ഈ ബന്ധങ്ങൾ വിടണം. ആ വിടണമെങ്കിൽ ബന്ധുക്കളായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തള്ളി പറയുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിലായിട്ട് കൊടുക്കും. അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്കുണ്ടാവും, ഒത്തിരി പേർക്കുണ്ടായിട്ടും ഉണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ശാശ്വതമല്ല എന്നൊരു തിരിച്ചറിവ് പ്രകൃതി നമുക്ക് തരിക, അല്ലാണ്ട് നമ്മളെ ശിക്ഷിക്കുകയല്ല, നമുക്ക് വലിയൊരു അറിവ് തരികയാണ്. അല്ലെങ്കിൽ നമ്മളെ കുറേ ദുഃഖത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മളെ നരകിപ്പിക്കുകയല്ല, നമുക്ക് വലിയൊരു അറിവ് തരികയാണ്. ഇവിടെ കാണുന്നതൊന്നും, ഇവിടെ നിന്ന് കിട്ടുന്ന സന്തോഷം, ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്, ഇവിടെ കിട്ടുന്ന ബന്ധങ്ങൾ, ഇവിടെ നിന്ന് കിട്ടുന്ന മനസ്സമാധാനം, ഇവിടെ നിന്ന് കിട്ടുന്ന ശാന്തി, സുഖം, ഇത് ശാശ്വതമല്ല എന്ന ഒരു പാഠം നമുക്ക് പ്രകൃതി പഠിപ്പിക്കാനായിട്ട് ഒരു കാലത്ത് ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സന്തോഷവും സുഖവും നമുക്ക് അങ്ങോട്ട് നഷ്ടപ്പെടുത്തും. അത് നമ്മൾ എന്തിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതിൽ നിന്നായിരിക്കും നഷ്ടപ്പെടുക. മഹാബലിക്ക് നഷ്ടപ്പെട്ടില്ലേ? സ്വന്തം കഴിവുകൊണ്ട് എന്ന് വിചാരിച്ച് നേടിയെടുത്ത എല്ലാതും നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് നഷ്ടപ്പെടുത്തും. അതൊരു വലിയ അറിവ്. അപ്പോൾ അദ്ദേഹം അതൊരു വലിയ അറിവായിട്ട് എടുത്തു, അതുകൊണ്ടാണ് അദ്ദേഹം സുതലത്തിലേക്ക് ഉയർന്നത്. അതുപോലെ പക്ഷെ നമ്മൾ മനുഷ്യരെന്താ ചെയ്യുക? നശിച്ചുപോയി, എൻ്റെ കുടുംബം പോയി, ഞാൻ ഇത്രയൊക്കെ നാമം ജപിച്ചിട്ടും, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഇന്ന് അനില അമ്മ എന്നോട് പറഞ്ഞ വാക്കാ, ഞാൻ ഇത്രയൊക്കെ നാമം ജപിച്ചിട്ടും എന്താണ് എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത്? അപ്പോൾ ആ നാമം, ഇത് ദുഃഖം വരുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടും വേദനയായിട്ടും അല്ല എടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ അത് പ്രകൃതി നൽകുന്ന ഒരു പാഠമാണ്, പഠിപ്പിച്ചു തരികയാണ്. നാരദ മഹർഷിയുടെ മുൻജന്മത്തിലെ കഥ ഓർമ്മയില്ലേ? ആ കുഞ്ഞു ബാലൻ 5 വയസ്സായിരിക്കുന്ന ഒരേ ഒരു അത്താണി അമ്മയാ. അമ്മ പോലും മരിച്ചുപോയി. ഒരു ദിവസം പുലർക്കാലെ പാല് കറക്കാൻ വന്നപ്പോൾ സർപ്പദംശമേറ്റ് അമ്മ മരിച്ചു പോയപ്പോൾ ആ 5 വയസ്സുള്ള ബാലൻ എന്താ ചിന്തിച്ചത്? ഭഗവാനിലേക്ക് എത്താനുള്ള എൻ്റെ പാതയിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നത് അമ്മയാ. അപ്പോൾ പ്രകൃതി അമ്മയെ എൻ്റെ ജീവിതത്തിൽ നിന്ന്, കാരണം എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഈ ലോകത്ത്, അത് അമ്മയോടാ. ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ ഈ ഭൂമിയിൽ ആരോടും അറ്റാച്ച്മെൻറ്റ് വെക്കരുത്.
ആരെയും ഉപേക്ഷിക്കണം എന്നല്ല, ആരോടും മമത ഉണ്ടാവരുത്. അപ്പോൾ മാത്രമേ ഈ ഈശ്വരനോട് മമത നമുക്ക് വരുള്ളൂ, ഈശ്വരനിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആത്മീയപാതയിലേക്ക് പോയി മോക്ഷം നേടണമെങ്കിൽ മമത പോണം മനസ്സിൽ നിന്ന്. ആ മമത തനിക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് തനിക്ക് ഒരേ ഒരാളോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ആ അമ്മയെ എന്നിൽ നിന്ന് അകത്തിയത് എന്ന് ആ കുഞ്ഞു ബാലൻ, 5 വയസ്സുള്ള ബാലൻ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മുക്തിക്ക് വേണ്ടിയുള്ള യാത്ര തുടങ്ങിയത്. അപ്പോൾ അതാണ് വിവേകബുദ്ധി. അവിടെ എൻ്റെ അമ്മയും പോയല്ലോ, എനിക്ക് ആരുമില്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടി കരഞ്ഞാൽ ദുഃഖമായി. അപ്പൊ ജീവിതത്തിൽ വന്ന ആ ദുഃഖത്തെ അവൻ ദുഃഖമായി കണ്ടു. എന്നാൽ ദുഃഖത്തിൽ ഈശ്വരനെ കാണുന്നതാണ് നേരത്തെ ആദ്യം പറഞ്ഞ വഴി. അത് അനുഭവിച്ച ദുഃഖത്തിൽ ഈശ്വരനെ കണ്ടു. പ്രകൃതി എനിക്ക് അവിടെ ഒരു വഴി കാണിച്ചു തന്നു, ഒരു വലിയ പാഠം എന്നെ പഠിപ്പിച്ചു. ആ ദുഃഖത്തിലൂടെ ഞാനത് മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാൽ അതാണ് വിവേകബുദ്ധി, പ്രചോദിതമായ ബുദ്ധി. അല്ലാതെ എനിക്കിങ്ങനെ സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ മൂഢബുദ്ധിയാ. അപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ കരയുന്നു, ഞാൻ വിഷമിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ആത്മാവ് മിഥ്യാധാരണയിൽ പെടുന്നു. പിന്നെ നല്ലത് ശരിയായ ധാരണ തെളിയാൻ വീണ്ടും ജന്മജന്മാന്തര യാത്രകൾ എടുക്കേണ്ടതായി വരുന്നു. അപ്പോൾ അങ്ങനെ നാശത്തിൽപ്പെട്ട് മൃഗയോഹോ ഗായനം യഥാ, ഒരു വേട്ടക്കാരൻ്റെ പാട്ട് പോലെയാണെന്നത്. ഒരു വേട്ടക്കാരൻ്റെ പാട്ട് കേട്ടിട്ട് അതിൽ ലയിച്ച് ഒരു മാൻപേട ഓടി വന്ന് വലയിൽ പെട്ടുപോകുന്നത് പോലെ സ്ത്രീയുടെ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ കുടുംബജീവിതം എന്ന ആസക്തിയിൽ പെട്ടുപോയി കഴിയുമ്പോൾ അതുമാത്രം ജന്മലക്ഷ്യമായി കരുതി അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്താൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള മായയാണ് ആ ബന്ധനം. പക്ഷെ അതിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ഡിറ്റാച്ച്ഡായി നിന്നുകൊണ്ട്, അതൊക്കെ പ്രകൃതിയാണ്, പുരുഷനാണ്, ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഡിറ്റാച്ച്ഡായി നിന്നുകൊണ്ട് ആ ബന്ധങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ മായയിൽ പെട്ടിട്ട് നശിച്ചു പോകും. അതാണ് ഈ ശ്ലോകത്തിൽ. ഒരു വേട്ടക്കാരൻ്റെ പാട്ട് കേട്ട് അതിൽ വന്ന് പെട്ടുപോകുന്ന മാൻപേടയെ പോലെയായിരിക്കും അവനെ പിടിക്കാനായിരുന്നു ആ മനോഹരമായ പാട്ട് വന്നത്. അതുപോലെ കുടുംബജീവിതമാകുന്ന സന്തോഷം, സുഖം, ഇതൊക്കെ തരുന്നത് അതിൽ പെട്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കർമ്മം ചെയ്യണം, ഉത്തരവാദിത്തം ചെയ്യണം, പക്ഷേ ഡിറ്റാച്ച്ഡ് ആയിട്ട്, മമതയില്ലാതെ എങ്ങനെയാ നിൽക്കുക? ഇത് എൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇത് ഞാൻ ജന്മം നൽകിയ മക്കളാണ്. ഈ ചിന്ത മാറ്റണം. എന്ത് ഞാൻ? ആരാണ് ഈ ഞാൻ എന്ന് നമ്മൾ അറിഞ്ഞു. ആത്മാവാണ്. ചലിക്കുന്ന ശരീരം പ്രകൃതിയാണ്, ശക്തിയാണ് ചലിപ്പിക്കുന്നത്. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഒരു ഭൗതിക വസ്തുവാണ്. ഈ തിരിച്ചറിവ് നമുക്ക് തന്നില്ലേ പുരുഷൻ പ്രകൃതി എന്ന വേർതിരിവ്. ഇതിൽ മാറി നിൽക്കുന്ന ആ ആത്മാവ്, ഇതൊക്കെ നമുക്ക് തിരിച്ചറിവ് തന്നു ഭഗവാൻ. അപ്പോൾ ആ അറിവിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മമത കുറയും, അറ്റാച്ച്മെൻറ്റ് കുറയും. എന്നാൽ എല്ലാവരോടും റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹം, അത് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കും. അതിനാണ് ഈ അറിവ് നേടണം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായൊരു സമാധാനവും ശാന്തിയും മനസ്സിന് കിട്ടും. അതാണ് ഏറ്റവും സുഖം. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ അറ്റാച്ച്മെൻറ്റാണ്. അതാ പോയോക്കെ അപ്പോഴാണ് ഏറ്റവും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അറ്റാച്ച്മെൻറ്റാണ്. നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ പഠിച്ചില്ലേ, സുരത മഹാരാജാവ് വിഷമിച്ച് വന്നിരിക്കുക സുമേധസ് മഹർഷിയോട്. ഇത്രയൊക്കെ യാതന അനുഭവിച്ചിട്ടും ഇപ്പോഴും വന്ന് ഈ ആശ്രമത്തിൽ ഇരിക്കുമ്പോഴും വിഷമം. കാരണം എന്താ? നിൻ്റെ അറ്റാച്ച്മെൻറ്റാണ്. വൈശ്യനോടും പറഞ്ഞു, കുടുംബം മുഴുവൻ ഉപേക്ഷിച്ചു, ഇപ്പോഴും ഈ ആശ്രമത്തിൽ വന്നിരിക്കുമ്പോൾ ദുഃഖം. കാരണം കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻ്റാണ്. രാജാവിന് രാജ്യത്തോടുള്ള അറ്റാച്ച്മെൻ്റാണ്. ആ മമത പോണം. ഈ മമത ഉണ്ടാക്കി തന്നത് മായയാണ്. ഈ രാജ്യവും രാജാവും ബന്ധങ്ങളും കുടുംബവും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് മായയാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്. ശ്ലോകം 43. ദേഹേന ജീവഭൂതേന ലോകാത് ലോകം അനുവ്രജൻ ഭുഞ്ചാന ഏവ കർമാണി കരോതി അവിരതം പോമാൻ. ദേഹേന, ഈ സൂക്ഷ്മ ശരീരത്തെ, ജീവഭൂതേന, അതായത് ഒരു ജീവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ എന്താ? പ്രകൃതി ദേഹേന എന്ന് വെച്ചാൽ ഒരു സൂക്ഷ്മ ശരീരത്തെ സ്വീകരിച്ച് ലോകാത്ത് ലോകം അനുവ്രജൻ, ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് ജന്മാന്തര യാത്ര. ആത്മാവ് ഇച്ഛിക്കുമ്പോൾ പ്രകൃതി ഒരു എന്നാ പറയുന്ന ആ സൂക്ഷ്മ ശരീരം, പ്രകൃതി ശക്തി ആ സൂക്ഷ്മ ശരീരം ഉണ്ടാക്കി, ആ സൂക്ഷ്മ ശരീരത്തിൽ മനസ്സോടുകൂടി ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ആ സൂക്ഷ്മ ശരീരം കൊണ്ട്, സ്ഥൂല ശരീരം കൊണ്ട് ഭൂമിയിൽ, സൂക്ഷ്മ ശരീരം കൊണ്ട് അങ്ങനെ ഭൂമിയിലും മറ്റു ലോകങ്ങളിലായിട്ട് ഇങ്ങനെ പല പല ജന്മങ്ങളുടെ യാത്രകൾ
സഞ്ചരിച്ച് ഭുഞ്ചാന ഏവ കർമാണി കരോതി, താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ അതാണ് കർമാണി കരോതി, കർമ്മങ്ങളുടെ ഫലത്തെ ഭുഞ്ചാന അനുഭവിച്ചുകൊണ്ട് അവിരതം പുമാൻ, നിരന്തരമായ ആ മനുഷ്യൻ ഇങ്ങനെ ആ ജീവസത്ത ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്നു എന്ന്. അപ്പോൾ ആത്മാവ്, കാരണശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഇച്ഛിക്കുമ്പോൾ സൂക്ഷ്മ ശരീരം ഭൂമിയിൽ സ്ഥൂലരൂപമായിട്ടും അവിടെ നിന്ന് മറ്റു ലോകങ്ങളിൽ സൂക്ഷ്മ ശരീരമായിട്ടും ഇങ്ങനെ സഞ്ചരിച്ച് സ്വന്തം കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ചുകൊണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, അതിനെ അനുഭവിക്കാനായിട്ട് ഇങ്ങനെ ജന്മജന്മാന്തര യാത്രകൾ നിരന്തരമായി നടത്തേണ്ടി വരുന്നു. അങ്ങനെ ജനിക്കുന്ന ഓരോ ജന്മത്തിലും വീണ്ടും കുറേ യാത്ര ചെയ്യാൻ വേണ്ടതായ കർമ്മപ്രാരാബ്ദങ്ങളെ എടുത്തിട്ട് വരും. നമ്മൾ ഈ ജനിക്കുന്നത് എന്തിനാ? ഇവിടെ തന്നെ പറയുന്നുണ്ട്, കർമാണി കരോതി ഭുഞ്ചാന, ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജന്മം കിട്ടുന്നത്. അപ്പോൾ ആ ജന്മത്തിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കിടക്കുമ്പോൾ അതോടൊപ്പം ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്ന ഭാവം വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളതിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? ഈ ദുഃഖവും സന്തോഷവും അനുഭവിക്കുന്നത് ഞാനല്ല, മനസ്സാണ്, മനസ്സ് പ്രകൃതിയാണ്, ശക്തിയാണ് എന്ന് തിരിച്ചറിയാതെ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഇത് വീണ്ടും ജന്മജന്മാന്തര യാത്രകളിലേക്ക് ആ സൂക്ഷ്മ ശരീരം കൊണ്ടും വീണ്ടും ഭൂമിയിലേക്ക് സ്ഥൂലമായിട്ടും വീണ്ടും സൂക്ഷ്മമായിട്ടും ഇങ്ങനെ യാത്ര ഇരിക്കേണ്ടതായിട്ട് വരുന്നു. നിരന്തരമായി യാത്ര ചെയ്യേണ്ടത്, അതായത് ഓരോ കർമ്മത്തിൻ്റെയും ഫലത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ അടുത്ത ജന്മം കിട്ടുമ്പോൾ നമ്മൾ എന്താ ആ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഭഗവാന് കൊടുത്ത വാക്ക് അനുസരിച്ച് ഭൂമിയിൽ വന്ന് അതിനെ നമ്മളൊന്നും പ്രതീക്ഷിച്ചതല്ല, സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ദുഃഖം ആരും ആഗ്രഹിക്കുന്നുമില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമില്ല. പക്ഷെ എന്നിട്ടും വരുന്നു. ആ വരുന്ന ദുഃഖങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് കിടക്കണം. കാരണം അത് നമ്മുടെ പ്രാരാബ്ദമാണ്, പിന്നിൽ നമ്മൾ പേറിപ്പോകുന്നതാ. അപ്പോൾ നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട്, അതിനെ അനുഭവിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജന്മം കിട്ടുന്നത്. പക്ഷെ അത് വീണ്ടും നിരവധി ജന്മങ്ങൾക്ക് കാരണമാകുന്ന രീതിയിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത്? അത് ഞാൻ സങ്കടപ്പെടുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ വന്നില്ലേ, എനിക്ക് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായില്ലേ, എനിക്കിങ്ങനെ നഷ്ടം വന്നില്ലേ, പരാജയം വന്നില്ലേ, മരണങ്ങൾ, ദുഃഖങ്ങൾ, വിരഹങ്ങളൊക്കെ, രോഗങ്ങൾ വന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഇത് അനുഭവിക്കുന്നത്. ഈ അനുഭവിക്കുന്ന ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് പിന്നീന്ന് കിട്ടിയതാ, പേറി വന്നതാ മുൻജന്മത്തിൽ നിന്ന്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വന്നില്ലേ എന്ന ദുഃഖത്തോടു കൂടി നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും നിരവധി ജന്മങ്ങൾക്ക് കാരണമാകുന്ന യാത്രകളിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ദുഃഖത്തിൽ, ആ സങ്കടത്തിൽ, ആ വേർപാടിൽ, ആ രോഗാവസ്ഥയിൽ, ആ അവസ്ഥകളിലൊക്കെ മനസ്സുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് പ്രകൃതി എനിക്കൊരു പാഠം പറഞ്ഞു തന്നതാ, ഒരു അറിവ് തന്നതാ എന്ന് സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റി നോക്കൂ. അപ്പോൾ നമ്മൾ വിജയകരമായ ആ പ്രാരാബ്ദത്തെ എക്സ്പീരിയൻസ് ചെയ്ത് കടന്നോന്ന്. മുൻജന്മത്തിൽ നമ്മൾ പേറിപ്പോകുന്ന പ്രാരാബ്ദമാണ് ആ അനുഭവിക്കുന്ന ദുഃഖമെങ്കിൽ ആ ദുഃഖത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് നമ്മൾ കടക്കുമ്പോൾ, ഇപ്പം നാരദ മഹർഷിയെപ്പോലെ, മഹാബലിയെപ്പോലെ അവരുടെ നഷ്ടങ്ങളിലും അവർ ഈശ്വരാംശത്തെ കണ്ടുകൊണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് കടന്നപ്പോൾ പ്രാരാബ്ദം കഴിഞ്ഞു. പ്രാരാബ്ദം അവിടെ കട്ടായി. തുടർന്ന് നമ്മൾ വേറെ പ്രാരാബ്ദത്തിലേക്ക്, മുൻജന്മങ്ങളിലേക്ക് പോകുന്നില്ല. വരാൻ നിരവധി ജന്മങ്ങളിലേക്ക് പിന്നെ കടക്കില്ല. സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരാംശത്തെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഗുണം. എല്ലാ ദുഃഖത്തിലും ദൈവത്തിൻ്റെ അംശത്തെ ഭഗവാൻ തരുന്ന ഒരു വലിയ അറിവ് ഇതിലൂടെ എനിക്ക് തന്നതാണ്, ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് ഇത്രയും വലിയൊരു അറിവ് തന്നതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച്, നമ്മൾക്ക് എന്തിനാണോ ജന്മം കിട്ടിയത് ആ കർമ്മ പ്രാരാബ്ദങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ, അതേപോലെ തന്നെ വിജയകരമായി എക്സ്പീരിയൻസ് ചെയ്ത് കടന്ന് പ്രാരാബ്ദം പൂർത്തിയായി ശുദ്ധീകരിക്കപ്പെട്ട ഒരാത്മാവായി മാറുന്നു. ഇപ്പം മനസ്സിലായില്ലേ? അതാണ് അവിടെ, അങ്ങനെയാണ് അതാണ് സുഖത്തിലും ദുഃഖത്തിലും ഭഗവാനെ കാണാൻ പറയുന്നത്. കാരണം അത് മുൻജന്മ കർമ്മയാണ് അത്. അപ്പോൾ അതിൽ ദുഃഖത്തിലും സുഖത്തിലും ഈശ്വരനെ കണ്ടാൽ വിജയിച്ച്, അത് എക്സ്പീരിയൻസ് ചെയ്ത് കിടക്കാൻ ആ ജന്മം കിട്ടിയതേ, അത് നമ്മൾ വിജയിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കിടക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ വേണം ഓരോ ദുഃഖത്തിലും, ഓരോ നിരാശയിലും, ഓരോ നഷ്ടത്തിലും, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, പണം നഷ്ടപ്പെട്ടാലും, കുടുംബം നഷ്ടപ്പെട്ടാലും, ജീവിതം എല്ലാത്തിലും ഈ ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ സത്സംഗം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സംസാരിച്ചില്ലേ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ആളുകൾ ചെയ്തു വെക്കുന്ന ആ കാര്യങ്ങൾ, അത് ഈ ഒരു
ചിന്തയിൽ ഇങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും ഭഗവാനെ കാണാൻ കഴിയാതെ മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇന്നത്തെ കാലം വളരെ മോശമാണ്. ദുഃഖങ്ങളുടെ യാതനകളുടെയും എന്താ പറയുക, വല്ലാത്തൊരു അടിയൊഴുക്കുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം. അതുകൊണ്ട് തന്നെ ഈ ഒരു മനോതലം നമ്മൾ സൂക്ഷിക്കുക, നിലനിർത്തുക, അതിനു വേണ്ടി പരമാവധി പ്രയത്നിക്കുക. ഇല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ ഒരു മനോതലത്തിൽ നിർത്താൻ ശ്രമിക്കുക. കാരണം മനുഷ്യൻ ഇന്ന് ശരീരത്തിനേക്കാൾ കൂടുതൽ നിയന്ത്രണം വിട്ടുപോകുന്ന മനസ്സിൻ്റെയാണ്. അതുകൊണ്ട് പരമാവധി അവനവൻ ഇതിൽ നിൽക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നവരെയും അങ്ങനെ അറിവ് പകർന്നു കൊടുത്ത് പിടിച്ചു നിർത്താൻ ശ്രമിക്കാനാണ് പറയണ ഭഗവാൻ. ശ്ലോകം 44. ജീവഃ ഹി അസ്യ അനുഗഃ ദേഹഃ ഭൂതേന്ദ്രിയ മനഃമയഃ തത് നിരോധ അസ്യ മരണാവിർഭാവഃ തു സംഭവഃ. ജീവഃ, എന്താ പറയുക, ആ സൂക്ഷ്മ ശരീരം, ഹി അസ്യ, അതായത് അവൻ്റെ, അനുഗഹ, അനുഗഹ എന്ന് വെച്ചാൽ അനുയോജ്യമായ ഒരു സൂക്ഷ്മ ശരീരത്തെ സ്വീകരിക്കുന്നു. ദേഹഃ, ഈ ശരീരം, ഭൂത ഇന്ദ്രിയ മനോമയ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയെല്ലാം ചേർന്ന ഒരു ദേഹഃ എന്ന് വെച്ചാൽ ഒരു സ്ഥൂല ശരീരത്തെ, ഏറ്റവും ആദ്യം പറയുന്ന ജീവഃ എന്ന് വെച്ചാൽ ആ സൂക്ഷ്മ ശരീരം, അതിനനുയോജ്യമായ, അതിൻ്റെ പ്രാരാബ്ദങ്ങളെ തീർക്കാം, മനസ്സിൻ്റെ ചിന്തകൾ എന്താണോ അതിനനുയോജ്യമായ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നു. തത്, ഇവിടെ ജനന മരണം എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സ്വീകരിക്കുന്നു. തത് നിരോധ അസ്യ മരണം. ആ സൂക്ഷ്മ ശരീരത്തിന്, ആ സ്ഥൂല ശരീരത്തിലെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നിരോധം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ശേഷി ഇല്ലാതാവുമ്പോൾ, അതായത് സംഹാരം ഇല്ലാതാവുമ്പോൾ, നശിച്ചു പോകുമ്പോൾ, കർമ്മത്തിനായിട്ടുള്ള ശക്തി ഇല്ലാതെ വരുമ്പോൾ അതിനെ മരണം എന്ന് പറയുന്നു. ഇനി ആവിർഭാവഃ തു സംഭവഃ, ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കർമ്മത്തിനായിട്ടുള്ള ശക്തി ഉണ്ടാകുമ്പോൾ അതിനെ സംഭവഃ, ജനനം എന്ന് പറയുന്നു. അപ്പം ജനനവും മരണവും എന്താണെന്ന് കപില വാസുദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സൂക്ഷ്മ ശരീരം, അതിനനുയോജ്യമായ സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സിരിക്കുന്നത്. അപ്പം ആ മനസ്സിൻ്റെ ചിന്തകൾക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും അടങ്ങുന്ന ഒരു ദേഹത്തെ അത് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചു വരുന്ന ആ ദേഹത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ വിഷയങ്ങളെ, കണ്ണിന് രൂപം, ചെവിക്ക് ശബ്ദം, ത്വക്കിന് സ്പർശം, ഗന്ധം, രുചി, ഇങ്ങനെയുള്ള അതിൻ്റെ വിഷയങ്ങളെ സ്വീകരിക്കാൻ ശക്തി ഉണ്ടാകുമ്പോൾ, അങ്ങനെ ശക്തി ഉണ്ടാകുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. അത് പോകുമ്പോൾ അതിനെ മരണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ജനനവും മരണവും ആത്മാവിനെ എന്ന് വെച്ചാൽ എനിക്കോ നിങ്ങൾക്കോ ആണോ സംഭവിച്ചത്? അല്ല. വലിയൊരു പാഠം. ഇന്ന് എനിക്ക് വന്ന കോളും അതായിരുന്നു, മരണം സംഭവിച്ചതിൻ്റെ ദുഃഖം. എന്താണ് ജനനം, എന്താണ് മരണം എന്ന് പറയാം. സൂക്ഷ്മ ശരീരവും ജീവാത്മാവും കാരണശരീരവും അവിടെ നിൽപ്പുണ്ട്. ആ ജീവാത്മാവ് അതിനനുയോജ്യമായ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നിറഞ്ഞ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന ആ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ വിഷയങ്ങളെ സ്വീകരിക്കാൻ ഉള്ള ശക്തി, കർമ്മം ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് ജനനം. അങ്ങനെ അതുണ്ടാവുമല്ലോ. ജനിച്ചു പുറത്തേക്ക് വീഴുമ്പോൾ തന്നെ കണ്ണ് തുറക്കുന്നു, ശ്വസിക്കുന്നു, എല്ലാം ഉണ്ട്, കാണുന്നു, കേൾക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയാണ്, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തിയോടുകൂടി വന്നു അതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ഈ ഇന്ദ്രിയങ്ങൾക്ക് ആ ശക്തി ഇല്ലാണ്ടാകുമ്പോൾ അതിനെ മരണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ശക്തി, ഇന്ദ്രിയങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ഇല്ലാതാകുന്നതിനെയാണ് മരണം. അല്ലാണ്ട് ഞാൻ മരിച്ചു, അവർ മരിച്ചു എന്ന് ഒരിക്കലും കാണരുതെന്ന്. ആ സത്ത, സൂക്ഷ്മ ശരീരവും ആത്മാവിരിക്കുന്ന കാരണശരീരവും അവിടെ തന്നെയുണ്ട്. ആ സൂക്ഷ്മ ശരീരം സ്വീകരിച്ച സ്ഥൂല ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി ഇല്ലാണ്ടാവുമ്പോൾ അതിനെ മരണമെന്നും, ശക്തിയോടുകൂടി പഞ്ചേന്ദ്രിയങ്ങൾ വരുന്നതിനെ ജനനമെന്നും പറയുന്നു. അതാണ് ജനന മരണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഇല്ലാതായി, അവർ മരിച്ചുപോയി, ഞാൻ മരിച്ചുപോയി എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന്. ശ്ലോകം 45-46 ഒരുമിച്ച്. ദ്രവ്യ ഉപലബ്ധി സ്ഥാനസ്യ ദ്രവ്യ ഈക്ഷ അയോഗ്യത യഥാ തത് പഞ്ചത്വം അഹം മാനാത്
उत्पत्ति द्रव्य दर्शनम यद अक्ष्णोः द्रव्य अवयव दर्शन अयोग्यता यदा तदा एव चक्षुषा द्रष्टुः दृष्टत्व अयोग्यता अनयः. ഒന്നുകൂടി പറയാം. ദ്രവ്യ ഉപലബ്ധി സ്ഥാനസ്യ ദ്രവ്യ ഈക്ഷ അയോഗ്യതാ യഥാ തത് പഞ്ചത്വമഹമാനാത് ഉത്പത്തി ദ്രവ്യ ദർശനം യഥാ അക്ഷ്ണോः ദ്രവ്യ അവയവ ദർശന അയോഗ്യതാ യഥാ തഥാ ഏവ ചക്ഷുഷാ ദ്രഷ്ടുഃ ദ്രഷ്ടൃത്വ അയോഗ്യതാ അനയഃ. ഇവിടെ ഒരു ഉദാഹരണം പറയാൻ കേട്ടോ. യഥാ എപ്രകാരമാണോ, അതായത് ആ മൂന്നാമത്തെ വരിയാണ് ആദ്യം പറയുന്നത്. യഥാ എപ്രകാരമാണോ അക്ഷ്ണോ കണ്ണുകൾക്ക് ദ്രവ്യ അവയവ ദർശന അയോഗ്യത, അതിൻ്റെ കണ്ണുകൾക്ക് ഓരോ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തു, അതാണ് ദ്രവ്യം, അതിൻ്റെ രൂപത്തെ ദർശന അയോഗ്യത, ശരിയായ രീതിയിൽ ആ രൂപത്തെ സ്വീകരിക്കാൻ അയോഗ്യത, ശക്തിയില്ലാതാകുന്നത് യഥാ എപ്പോഴാണോ തഥാ അപ്പോൾ ചക്ഷുഷോ ആ കണ്ണുകൾക്ക് അതുപോലെ ദ്രഷ്ടു ആ കാണുന്ന ആ കണ്ണുകൾക്കും ആ കാണുന്ന ആൾക്കും, ദ്രഷ്ടു എന്ന് വെച്ചാൽ ദർശിക്കുന്ന ആൾക്കും എന്നർത്ഥം, ദ്രഷ്ടൃത്വ അയോഗ്യത ആ കാഴ്ച ശക്തിയെ നഷ്ടപ്പെട്ടു, അയോഗ്യത എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു എന്ന്, അനയോഹോ എന്ന് വെച്ചാൽ രണ്ടിനും, ഇവയ്ക്ക് രണ്ടിനും ആ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു എന്നും. അതായത് എപ്രകാരമാണോ കണ്ണുകൾക്ക് ഓരോ വസ്തുവിനെ കാണാനുള്ള ശക്തി ഇല്ലാതാകുമ്പോൾ, അയോഗ്യത ആ ശക്തി ഇല്ലാതാകുന്നത് അപ്പോൾ, അത് എപ്പോഴാണോ അപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നും, നമ്മളെപ്പോഴും കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിങ്ങളെ കാണുന്നു എന്നാണോ പറയുക, ഞാൻ കാണുന്നു എന്നാണോ പറയുക? നമ്മളെപ്പോഴും പറയാം ഞാൻ കാണുന്നു എന്നാണ്. അതിപ്പോൾ ഏത് ജ്ഞാനേന്ദ്രിയാണെങ്കിലും ഞാൻ കേട്ടു എന്നാണ് പറയുക. എൻ്റെ ചെവി ആ ശബ്ദത്തെ സ്വീകരിച്ചു എന്ന് ഞാൻ പറയില്ല, ഞാൻ കേട്ടു എന്നേ പറയുള്ളൂ. അതെല്ലാവരും അങ്ങനെയല്ലേ പറയുക. അതാണ് പറയുന്നത്, കണ്ണിന് ആ രൂപത്തെ സ്വീകരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടപ്പോൾ കണ്ണിന് ആ രൂപത്തെ സ്വീകരിക്കാനുള്ള ശക്തിയും നഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു. ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഞാൻ കണ്ടു എന്ന് ഉള്ളിൽ ഒരാൾ വിചാരിക്കുന്നുണ്ടല്ലോ, ആ ആളുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു എന്ന്. അവനെ രണ്ടുപേരുടെ കാഴ്ചശക്തിയും അവിടെ ഒരേപോലെ നഷ്ടപ്പെട്ടു. ആ ഉള്ളിലിരുന്ന് ഞാൻ കണ്ടു എന്ന് വിചാരിച്ചത്, തെറ്റിദ്ധരിച്ച് വിചാരിച്ചത് ആരാണ് ശരിക്ക്? ആത്മാവാണ് അല്ലേ? ആ ആൾക്ക് പിന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഈ കണ്ണുകൊണ്ട് ശരിക്ക് കാണുന്നത് ആരാണ്? ആത്മാവാണെന്നാണ് നമ്മൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു എന്ന തെറ്റുധാരണയിൽ, മിഥ്യാധാരണയിലാണ് ആത്മാവ് ഇരിക്കുന്നത്, പുരുഷൻ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കണ്ണ് എന്ന വസ്തുവിനെ പ്രകൃതി എന്ന ശക്തിയാണ് ചലിപ്പിച്ച് കാഴ്ചയെ സ്വീകരിച്ചത്. മനസ്സുകൊണ്ട് ഞാൻ കണ്ടു എന്ന് തോന്നിപ്പിച്ച് മായയിൽപ്പെടുത്തിയതും പ്രകൃതിയാണ്. പുരുഷന് യഥാർത്ഥത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ കണ്ണ് സ്വീകരിക്കുന്ന കാഴ്ചയെ നഷ്ടപ്പെടുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി, ആ അവയവത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. കാണുന്ന ഒരാൾ ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഞാൻ പിന്നെ ഒന്നും കാണാൻ പറ്റാണ്ടാവും ഇല്ലേ? എൻ്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ കാണാനുള്ള കണ്ണെന്ന ഇന്ദ്രിയത്തിൻ്റെ ശക്തിയും നഷ്ടപ്പെട്ടു. ആ കണ്ണ് ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കാഴ്ചശക്തി, രണ്ടുപേരുടെ കാഴ്ചശക്തി ഇവിടെ നഷ്ടപ്പെട്ടു. ഇതുപോലെയാണെന്ന് ഞാൻ അതിൻ്റെ മുകളിലത്തെ വരി, ദ്രവ്യ ഉപലബ്ധി സ്ഥാനസ്യ ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യങ്ങൾ, വസ്തുക്കളുടെ ഉപലബ്ധി, അതിൻ്റെ ആ വസ്തുക്കളുടെ അത് സ്ഥാനസ്യ എന്ന് വെച്ചാൽ യഥാസ്ഥാനത്ത് ആ വസ്തുക്കളിൽ നിൽക്കുന്നത്, അതിൻ്റെ ലബ്ധി, അതിനെ കിട്ടുക, അതിനെ കാണാൻ പറ്റുന്നത്. ദ്രവ്യ ഈക്ഷ അയോഗ്യത യഥാ എപ്പോഴാണോ ഈ വസ്തുക്കളെ ഈക്ഷ കാണാൻ പറ്റാത്ത രീതിയിൽ അയോഗ്യത, ശക്തി നഷ്ടപ്പെട്ടവരാകുന്നത്, തത് അതിനെയാണ് പഞ്ചത്വം, മരണമെന്ന് പറയുന്നത്. അഹംമാനാത്, അതിനെ അങ്ങനെ അഹംമാനാത് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഉത്പത്തി ദ്രവ്യ ദർശനം, വസ്തുക്കളെ അറിയാൻ പറ്റുന്നത് ഉത്പത്തി എന്ന് വെച്ചാൽ ജനനം എന്നും പറയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെ കാണാനും കേൾക്കാനും, രൂപത്തുമായി കണ്ണുകൊണ്ട് കാണാനും ശബ്ദമായി കേൾക്കാനും, സ്പർശനം കൊണ്ട് അറിയാനും, ഗന്ധമായിട്ടറിയാനും, രുചിയായിട്ട് അറിയാനും പറ്റിയാൽ, അതാണ് പറയുന്നത് ദ്രവ്യ ദർശനം. ദ്രവ്യ വസ്തുക്കളെ അറിയാൻ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിഞ്ഞാൽ അതിനെ ഉത്പത്തി, ജനനമെന്ന്
വിചാരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ, കാഴ്ചശക്തി കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പഞ്ചത്വം എന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്നു. എന്നിട്ട് അത് ഉദാഹരണം പറയുകയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട രണ്ടുപേരുടെ കാഴ്ചശക്തി പോയി അല്ലേ. കണ്ണ് എന്ന ഇന്ദ്രിയത്തിൻ്റെ ശക്തി പോയി. അതോടൊപ്പം ആ കണ്ണ് വെച്ച് ഞാനാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ദർശിക്കുന്ന ആളുടെ ആ മനസ്സിൻ്റെ ആ കാഴ്ചശക്തി, മനസ്സുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാണുന്ന ആ മനസ്സിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിനെയാണ് മരണം എന്ന് പറയണേന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാനാകുന്ന ജീവാത്മാവ് അവിടെ മരിച്ചോ? ഇല്ല. ഈ ഭൗതിക സ്ഥൂല ശരീരത്തിലെ കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ പ്രകൃതി എന്ന ആ ശക്തി പ്രവർത്തിച്ച ആ ക്രിയാശക്തി ആയിട്ടുണ്ടായിരുന്നു. ആ ശക്തി നഷ്ടപ്പെട്ടു. ആ ശക്തി അവിടെ നിന്ന് പോയി. അപ്പോൾ കാഴ്ചശക്തി പോയി കണ്ണെന്തിന്ദ്രിയത്തിന്. ഇനി കണ്ണുകൊണ്ട് കാണുന്നതിനെയൊക്കെ ഞാനാ കണ്ടേന്ന് മനസ്സുകൊണ്ട് കരുതിയിരുന്നു. ആ മനസ്സ് എവിടെ ഇരിക്കുന്നത്? ഈ സ്ഥൂലത്തിൻ്റെ പുറത്തായിട്ടിരിക്കുന്ന, ഈ സ്ഥൂലത്തെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭൗതിക ശരീരത്തെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലാണ് ഈ മനസ്സിരിക്കുന്നത്. ആ കാഴ്ചശക്തി, കണ്ണിൻ്റെ അവിടെ നിന്ന് ആ ശക്തി പോയപ്പോൾ, കണ്ണെന്ന ഇന്ദ്രിയത്തിന് ഒന്നും കാണാൻ പറ്റാതെ ശക്തി പോയപ്പോൾ, കണ്ണുകൊണ്ട് എല്ലാം കണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തെ കാഴ്ചയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ പിന്നെ ഒന്നും കാണാൻ പറ്റണ്ടായി. അപ്പം മനസ്സിൻ്റെ കാഴ്ചശക്തിയും പോയി. ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും എന്ന് വെച്ചാൽ മനസ്സും ആ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മം വേർപെട്ടു പോയി. അപ്പോൾ സ്ഥൂല ശരീരത്തിലെ കണ്ണിൻ്റെ കാഴ്ചശക്തിയും പോയപ്പോൾ സൂക്ഷ്മ ശരീരവും വേർപെട്ടു പോയി. എന്ന് വെച്ചാൽ അതെന്താ? അതാണ് മരണം എന്ന് പറയുന്നത്. പക്ഷെ അത് എവിടെയാണ് സംഭവിച്ചത്? ജീവാത്മാവിനാണോ? അല്ല. സ്ഥൂല ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുണ്ടായിരുന്ന ശക്തി നഷ്ടപ്പെട്ടു. അതിനെ മരണം. ആ ശക്തിയോടുകൂടി വരുന്നത്, ശക്തിയോടുകൂടി കാണാനും കേൾക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള ശക്തിയോടുകൂടി ഈ സ്ഥൂല ശരീരം ഉണ്ടാവുന്നതിന് ജനനം എന്ന് പറയുന്നു. അപ്പോൾ മരണം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കാണ് സംഭവിക്കുന്നത്. പഞ്ചേന്ദ്രിയത്തിൻ്റെ ശക്തിയും പോയി, ഇന്ദ്രിയങ്ങളുടെ ശക്തി പോയി. ഇന്ദ്രിയങ്ങൾ എൻജിൻ കേടാവുന്ന പോലെ പ്രവർത്തനക്ഷമമായി. ഇനി ഈ എൻജിൻ പ്രവർത്തിപ്പിക്കാനുള്ള എനർജി, ശക്തി സൂക്ഷ്മ ശരീരത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ആ സൂക്ഷ്മ ശരീരം ഈ സ്ഥൂലത്തെ വിട്ടുപോയില്ലേ മരിച്ചപ്പോൾ? അതിൽ നിന്ന് വേർപെട്ടു പോയില്ലേ? അപ്പോൾ അതോടുകൂടി മനസ്സും പോയി. അങ്ങനെ ആ രണ്ടുപേരാണ് അവിടെ മരണം എന്ന് പറഞ്ഞാൽ പോകുന്നത്. ജനനം എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരം വരുന്നു, സ്ഥൂലം ഉണ്ടാകുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന്, എന്നിട്ട് ഓരോ അവയവങ്ങളിൽ ആ ശക്തി പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ ശക്തിയോടുകൂടി ഭൂമിയിൽ ജനിച്ചു വീഴുന്നു. അപ്പോൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ ജനനം. പഞ്ചേന്ദ്രിയങ്ങളിൽ ശക്തിയുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, വിഷയങ്ങളെ സ്വീകരിക്കുന്നു. അത് ജനനം. അപ്പോൾ വേറൊരാളും കൂടി ഉണ്ട് അവിടെ. ആരാണ്? മനസ്സ്. കാരണം സൂക്ഷ്മ ശരീരവും ആ സ്ഥൂലത്തിൻ്റെ ആവരണം ചെയ്തുകൊണ്ട് സൂക്ഷ്മ ശരീരമുണ്ട്, അതിലും മനസ്സുമുണ്ട്. ആ മനസ്സുകൊണ്ട് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്നു. മരിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലുള്ള ശക്തി പോകുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാവുന്നു. അപ്പോൾ ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന ആ മനസ്സ് ആ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറിട്ട് സൂക്ഷ്മ ശരീരം പോകുന്നതോടുകൂടി മനസ്സ് പോകുന്നു. അപ്പോൾ അനുഭവിക്കുന്ന ആ കണ്ണുമെന്നും ശക്തി പോയി, മനസ്സും പോയി, മനസ്സിനെ പ്രവർത്തിച്ചിരുന്ന ശക്തിയും പോയി, സൂക്ഷ്മ ശരീരവും പോയി. അപ്പോൾ രണ്ട് തരത്തിലും അത് രണ്ടും പോയപ്പോൾ മരണം എന്ന് പറയുന്നു. ജനനം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ആത്മാവാകുന്ന നമുക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന്. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആത്മാവ് എന്ന് പറയുന്ന അറിവ് ആ പുരുഷൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ജനനം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരം, മനസ്സോടുകൂടി വരുന്ന സൂക്ഷ്മ ശരീരം സ്ഥൂലത്തിലേക്ക് വരുന്നു. മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രകൃതി ശക്തി, സൂക്ഷ്മത്തിലാണല്ലോ ചക്രകൾ, അതിലാണ് പ്രകൃതി ശക്തി. ആ ശക്തിയാൽ സ്ഥൂല ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ശക്തിയുണ്ട്. അങ്ങനെ അതിന് വിഷയങ്ങളെ സ്വീകരിക്കുന്നു, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഇത് ജനനം. മരണം എന്ന് പറയുന്നത് ആദ്യം സ്ഥൂലത്തിൽ നിന്ന് ശക്തി കുറഞ്ഞു വരുന്നു. അതിങ്ങനെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഓരോന്നിങ്ങനെ കുറയല്ലേ, കേൾവി കുറയും, കാഴ്ച കുറയും, അങ്ങനെ കറഞ്ഞ് നടക്കാനുള്ള ശക്തി കുറയും, അങ്ങനെ കുറഞ്ഞു വരുന്നു. അത് പിന്നെ പതുക്കെ അങ്ങനെ. അപ്പോൾ മനസ്സിൻ്റെ പ്രവൃത്തിയും കുറയുന്നു. അവസാനം മനസ്സ് എന്ന് പറയുന്ന ഇന്ദ്രിയം
ഇരിക്കുന്ന സൂക്ഷ്മ ശരീരം ഈ സ്ഥൂലത്തിൽ നിന്ന് വേറിട്ട് പോകുന്നു. അപ്പം അനുഭവിക്കുന്ന മനസ്സും പോകുന്നു, ഇന്ദ്രിയങ്ങളിൽ നിന്നും ശക്തി പോകുന്നു. അതിനെ മരണം എന്ന് പറയുന്നു. പക്ഷേ ഈ രണ്ട് കർമ്മങ്ങൾ നടക്കുമ്പോഴും ഞാൻ എന്ന് പറയുന്ന ആത്മാവിന് ഒരു മാറ്റവും ഇല്ലാതെ പുരുഷൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇതാണ് ജനനവും മരണവും. അപ്പം നമുക്കൊരു മാറ്റവും ഇല്ല. ഇരിക്കുന്ന ഇരിക്കുന്ന ശരീരമാകുന്ന വസ്ത്രം ഉണ്ടല്ലോ, അതിലേക്ക് അതിൽ ശക്തി ഉണ്ടാകുന്നതിനെ ജനനവും ശക്തി ഇല്ലാണ്ടാവുന്നതിനെ മരണം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ശ്ലോകം 47. തസ്മാത് ന കാര്യഃ സന്ത്രാസഃ ന കാർപ്പണ്യം ന സംഭ്രമഃ ബുദ്ധ്വാ ജീവഗതിം ധീര മുക്തസംഗഃ ചരേത് ഇഹ. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം പറയാണ്. തസ്മാത്, അതുകൊണ്ട് സന്ത്രാസഹ, മരണത്തെക്കുറിച്ച് ഓർത്ത് ന കാര്യ, ആകുലതപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സന്ത്രാസഹ എന്ന് വെച്ചാൽ ഭയക്കരുത് മരണത്തെ. കാരണം നിങ്ങൾ മരിക്കണില്ല, ആരും മരിക്കണില്ല. ഈ ഭൗതിക ശരീരത്തിൽ നിന്നും ശക്തി പോകുമ്പോൾ മരണം, ശക്തി വരുമ്പോൾ ജനനം, ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയക്കരുത്. അതുപോലെ കാർപ്പണ്യം എന്ന് വെച്ചാൽ അറിവില്ലായ്മയിൽ ഞാൻ ജനിച്ചു, ഞാൻ ഭരിച്ചു, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അറിവില്ലായ്മയിൽ ഇരിക്കരുത്. ന സംഭ്രമഃ, ഈ ഭൗതിക ആസക്തികളിൽ ഭ്രമിച്ചു പോവരുത് എന്നും. കാരണം ഇതൊക്കെ ഈ മനസ്സിൻ്റെ ചലനം എന്ന് പറയുന്നത് ശക്തിയാണ്. മരണത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ഭയക്കരുത്, നമ്മൾ മരിക്കുന്നില്ല. പിന്നെ ഇത് മനസ്സിലാക്കാതെ ഈ കാർപ്പണ്യം എന്ന് വെച്ചാൽ അറിവില്ലായ്മയിൽ ഇരിക്കരുതെന്ന്, അജ്ഞതയിൽ ഇരിക്കരുത്, അറിവ് നേടണം. പിന്നെ ഈ ഭൗതിക വിഷയങ്ങളിൽ ഭ്രമിച്ചു പോകരുത്. എന്നാ സംഭ്രമഃ. എന്നിട്ട് പറയാണ് ബുദ്ധ്വാ, അറിയുക, ജീവഗതി, ജീവന്റെ ജന്മലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞ് ധീരനായിട്ട് മുക്തസംഗഃ, മമതയില്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ചരേതിഹ, ഈ ലോകത്ത് ജീവിക്കൂ എന്ന്. അപ്പം ഞാൻ ഈ ജനിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ധീരനായിട്ട്, മരണത്തെ ഭയക്കാതെ, ദുഃഖം വരുമോ എന്ന് ഭയക്കാതെ ധീരനായിട്ട് ഈ ലോകത്തിനോട്, ഇവിടെ കാണുന്ന ബന്ധങ്ങളോട്, ഇവിടെയുള്ള ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, സംഘമില്ലാതെ ഈ ലോകത്ത് ജീവിക്കൂ. ശ്ലോകം 48. സമ്യക് ദർശനയാ ബുദ്ധ്യാ യോഗ വൈരാഗ്യയുക്തയാ മായാവിരജിതേ ലോകേ ചരേത് ന്യസ്യ കളേവരം. സമ്യക് ദർശനയാ, സമ്യക് ദർശനം എന്ന് വെച്ചാൽ ശരിയായ ദർശനത്തോടെ, എന്ന് വെച്ചാൽ ആത്മദർശനം നേടിയ ബുദ്ധിയാൽ യോഗവൈരാഗ്യയുക്തയ, ഭക്തിയോടുകൂടി, അതായത് ഭഗവാനിലുള്ള ആ പ്രകൃതി എന്ന ശക്തിയോടുള്ള ഭക്തിയിൽ ലയിച്ച് ഭൗതിക വിഷയങ്ങളിൽ ഇത് മായയാണെന്ന് മനസ്സിലാക്കി വിരക്തിയോടെ ബുദ്ധിയാൽ ആത്മദർശനം, ആത്മാവാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് ജീവിച്ച് മായാവിരജിതേ ലോകേ, ഞാൻ സൃഷ്ടിച്ച മായയാൽ വിരചിതമായ ഈ ലോകത്ത് ചരേത്, ജീവിക്കൂന്ന്. എങ്ങനെ? ന്യസ്യ കളേവരം എന്ന്. കളേവരം ഈ ശരീരം. ന്യസ്യ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കൊടുക്കാൻ. ആർക്ക്? ഈ പ്രപഞ്ചത്തിന്, ഈ പ്രകൃതിക്ക് ഈ ശരീരത്തെ കൊടുത്തിട്ട് ഈ ലോകത്ത്, ഈ പ്രകൃതിയാൽ വിരചിതമായ ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ആ പ്രകൃതി എന്ന ശക്തിയിലുള്ള ഭക്തിയോടുകൂടിയിട്ട് അതിൽ മനസ്സ് വെച്ച് ബുദ്ധിപൂർവം ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിയോടുകൂടി ഈ ലോകത്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് തന്നെ ജീവിക്കുക. ഒന്ന് മനസ്സിലാക്കുക, ഇത് എൻ്റെ തന്നെ മായാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകം, ഇവിടെ കാണുന്നതെല്ലാം. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സുഖവും ശാശ്വതമല്ല എന്ന് അറിയാത്തവനെ പ്രകൃതി അറിയിച്ചു കൊടുക്കുകയും ചെയ്യും, തീർച്ചയായിട്ടും, നഷ്ടങ്ങൾ വരുത്തിയിട്ട്. അപ്പം അത് മനസ്സിലാക്കി, അതിപ്പോഴേ മനസ്സിലാക്കിയ ദുഃഖത്തിൽ നിന്ന് പുറത്ത് കിടക്കാം. മനസ്സിലാക്കി ഈ ലോകത്ത് ഈ കളേവരം, ഈ ശരീരത്തെ, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് തന്നെ സമർപ്പിച്ചിട്ട് കൊടുത്തിട്ട് സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ. എന്ന് വെച്ചാൽ ഈ ശരീരമാണ് ഞാൻ എന്ന് ബോധം വേണ്ട. ഈ ശരീരം പ്രകൃതിയാണ്, മായയാണ്, അതിനെ ചലിപ്പിക്കുന്ന ശക്തിയാണ് പ്രകൃതി എന്ന ശക്തി എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ് എന്നറിഞ്ഞ്, അപ്പോൾ എനിക്ക് ജനന മരണവുമില്ല. ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് ശക്തി വേർപെടുന്നത് മരണം, ശക്തി വരുന്നത് ജനനം എന്ന് തിരിച്ചറിഞ്ഞ് ഭയരഹിതനായി ബുദ്ധിയോടുകൂടി ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കൂ. ഇത്രയും പറഞ്ഞ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായില്ലേ?